ഒരർത്ഥത്തിൽ ഇതൊരു കന്യാവനം. തെറ്റിദ്ധാരണ വേണ്ട. 50 വർഷം പിന്നിടുന്ന കൊച്ചിയിലെ ഒരു വിമൻസ് കോളേജ്, ഒരു നിത്യവസന്ത വൃന്ദാവനം. എന്നാൽ ഈ സ്ത്രീ സാമ്രാജ്യം നാളെ ചരിത്രപരമായ ഒരു പ്രതിസന്ധി നേരിടുകയാണ്. എടി, ആ വേദന മാറ്റി പെയിനാക്ക്. ഇംഗ്ലീഷിലും വേദന വേദന തന്നെയാ. ഓ, എന്നതാടി ഇത്? ആണുങ്ങൾ എന്തിനീ ആരോമത്തിൽ? ആരോമത്തിലല്ല, ആരാമത്തിൽ എന്ന് വെച്ചാ പൂന്തോട്ടം. ഇവിടൊക്കെ തുപ്പിത്തെറിപ്പിച്ച് വൃത്തിയേടാക്കും. അന്നമ്മോ, ഓ, നാളെ ഇപ്പൊ പിടിഎയും കൂടെ തീരുമാനിച്ച എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ ചെറുക്കന്മാർ ഇവിടെ കയറി നിരങ്ങും. അത് കലക്കാനല്ലോടി കൊച്ചു നമ്മുടെ തന്തമാര് നാളെ ലാൻഡ് ചെയ്യുന്നത്. കലങ്ങോടി? എപ്പ കലങ്ങിന്ന് ചോദിക്കും. മതി മതി, വാ. മിക്സഡ് ആക്കിയാ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? നടക്കണോണ്ട് കുഴപ്പമില്ല, പക്ഷെ നിനക്കൊക്കെ പച്ച മാങ്ങ തിന്നാൻ നേരം ഉണ്ടാവും. നമുക്ക് സൂസന് പോകാൻ. അമ്മായി ഉറങ്ങിയോ ആവോ? അമ്മായി ഉറങ്ങി. ഉറക്കമായോ അമ്മായി, ഉറക്കമായോ. എന്നാ നിന്റെ അണ്ണാക്കിലൊരു സൈലൻസർ പിടിപ്പിക്കേ. അമ്മായി അകത്ത്, നമ്മള് പുറത്തു. എന്തൊരു ചെല്ലക്കിളി, ഉറക്കങ്ങളൊന്നും വരണില്ലേ? പോയി മുള്ളിക്കിടന്ന് ഉറങ്ങണി. അവിടെ പൂശൊരെണ്ണ. ഓക്കേ, എന്തുവാടി? ഞാൻ നിന്റെ കർട്ടൻ ഇട്ടതാടി. ഓ, സൂസമ്മോ? ഓ, അടുത്തത് എവിടാ? അടുത്തത് തള്ളച്ചിയുടെ നെഞ്ചത്ത്. ഓ, മുട്ടിപ്പോ. കൂമൻ തോമ വീട്ടിനിറങ്ങി. ഈ ഒരു പോസ് മതി കളവന്റെ കാറ്റ് പോകാൻ. മതി, വാ. സൂസമ്മോ, സൂസമ്മോ, ഇവളിതെവിടെ പോയി? കിളവന്റെ കൂടെ പോയോ? ഈശോയെ, അവൾ ഓപ്പൺ എയറിൽ ഒപ്പിച്ചോ? അസത്ത്. ഞാനൊന്ന് കാല് കഴുകിയതാടി. പ്രിൻസിപ്പളിന്റെ സ്റ്റാൻഡാ കറക്റ്റ്. കോളേജ് മിക്സഡ് ആക്കി എന്താ കുഴപ്പം? ബോയ്സ് അടുത്തിരുന്ന് പഠിച്ച ഗർഭാവോ? എന്റെ പൊന്നു മോളെ, അത്രയ്ക്ക് അഹങ്കാരമൊന്നും വേണ്ട. പണ്ടേ എന്റെ കെട്ടിയോൻ മഴയത്തൊന്ന് കേറി നിന്നതാ ഞങ്ങളുടെ ഇറയത്ത്. പിന്നെ എന്റെ കുളി തെറ്റിയപ്പോഴാ പെട്ടോന്നറിഞ്ഞത്. ഇവിടത്തെ ആമ്പിള്ളേരെത്തി. മാനേജ്മെന്റ് സമ്മതിച്ചു എന്ന് വെച്ച് പിടിഎ സമ്മതിക്കണമെന്നില്ല. അതെ, പിടിഎക്ക് മുമ്പ് സ്റ്റുഡൻസിന്റെ ഒരു അഭിപ്രായ വോട്ടെടുപ്പ് വേണ്ടതായിരുന്നു. എന്നാ 90% പേരും പറയും മിക്സഡ് ആക്കട്ടെ എന്ന്. മിക്സഡ് ആക്കിയാൽ എന്റെ ഈശ്വരാ, മെയിൽ ഹോർമോൺ കൂടിയ കുറെ പ്രമാണിമാരുണ്ട് ഇവിടെ. അവരുടെ തള്ളിച്ച കുറച്ച് കുറഞ്ഞേനെ. സൂസമ്മോ, ഓ, എന്നതാടിയാ കൊച്ചിനൊരു കിരികിരിപ്പ്? എന്റെ അന്നമ്മോ, ഓൾക്ക് ഹൈപ്പർ ടെൻഷനാ. എന്തൊരു ചെല്ലക്കിളി, ആ പിള്ളേർ ഇവിടെ കയറി നിറങ്ങണമെന്ന് തന്നെ നീ പറയണത്? അതേടി, എന്റെ ഈശോയെ, ഇവളുമാരെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി ഇപ്പൊ ഇവിടെ എന്തിനാ വേറെ ആമ്പിള്ളേര്? നീയൊക്കെ പെണ്ണാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരുറപ്പില്ല. എന്നാ മറിയാന്റിയുടെ സംശയം ആദ്യം. വേണ്ട വേണ്ട വേണ്ട, നിനക്കിപ്പോ എന്താ വേണ്ടേ? ആമ്പിള്ളേര് വേണ്ട. അതെ, നിനക്ക് ആമ്പിള്ളേര് വേണം. അവക്കടെ ബുദ്ധി ഞങ്ങളുടെ കാലം കഴിഞ്ഞിട്ട്. പിടിഎ തീരുമാനിക്കല്ലോ നാളെ, അപ്പൊ കാണാം. പിടിഎയിൽ നിന്റെ അപ്പം മാത്രം എല്ലടി ഉള്ളത്. ഇവിടെ എന്റെ പൊന്നു കൊച്ചെ, ഒന്ന് പോയി തരൂ. ചെറിയാതെ പൊടി. നിനക്കൊക്കെ എന്തിന്റെ ക്രിമികടിയാ? ഇതൊക്കെ അന്നമ്മയുടെ ഒരു തമാശയല്ലയോ എന്റെ മറിയച്ചേട്ടത്തി? ആണോ ചേട്ടത്തി? സ്ത്രീയും പുരുഷനും പരസ്പര പൂരകങ്ങളായ, വേർപെടുത്താൻ പ്രകൃതി അനുവദിക്കാത്ത 2 ഘടകങ്ങൾ. കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ, സ്റ്റേറ്റിന്റെ തന്നെ അടിസ്ഥാന ഘടകങ്ങൾ. എന്നിട്ടും എന്തെല്ലാമോ അബദ്ധധാരണകളുടെ പേരിൽ ഇപ്പോഴും ഈ 21ാം നൂറ്റാണ്ടിലും നമുക്കിടയിൽ മെൻസ് കോളേജും വിമൻസ് കോളേജും. ഇവർക്ക് ഇങ്ങനെ പറഞ്ഞാ മതി. രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നിങ്ങളൊന്ന് ആലോചിക്കണം. ഓക്കെ, കൊളീജിയേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഈ സർക്കുലർ പ്രകാരം കേരളത്തിലെ ഓരോ മെൻസ് കോളേജും വിമൻസ് കോളേജും അതത് മാനേജ്മെന്റുകൾക്ക് സമ്മതമാണെങ്കിൽ മിക്സഡ് കോളേജുകളാക്കാം. അരനൂറ്റാണ്ട് പിന്നിടുന്ന നമ്മുടെ ഈ കോളേജ് മിക്സഡ് ആക്കാൻ മാനേജ്മെന്റിന് സമ്മതമാണ്. പ്ലീസ് സിറ്റ് ഡൗൺ. ഞാനൊന്ന് പറയട്ടെ, പക്ഷേ അന്തിമ തീരുമാനം ഈ പിടിഎ കൂടി സമ്മതിക്കുകയാണെങ്കിൽ മാത്രം.
പെൺമക്കളുള്ള തന്തമാർക്കൊക്കെ ഇത്തിരി പുരോഗമനം കുറവാ. ഞാൻ എന്റെ മോളെ കെട്ടിച്ചു വിട്ടിട്ട് പ്രിൻസിപ്പാളിന്റെ പാർട്ടി ചേരാം. എന്തായാലും ഇപ്പൊ വേണ്ട. വിമൻസ് കോളേജ് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്റെ മോളെ ഇവിടെ ചേർത്തത്. അതിന്റേതായ ഒരു അച്ചടക്കവും ഡിസിപ്ലിനും. പിന്നെ അച്ചടക്കവും ഡിസിപ്ലിനും അതൊന്നും അല്ല കാര്യം. ഇങ്ങോട്ട് പെൺകുഞ്ഞുങ്ങളെ പറഞ്ഞയക്കുമ്പോ മനുഷ്യന്റെ മനസ്സിലൊരു സമാധാനമൊക്കെ ഉണ്ട്. എന്റെ പൊന്നു പ്രിൻസിപ്പാളെ, ദൈവത്തെ ഓർത്ത് നിങ്ങളായിട്ട് അത് ഇല്ലാണ്ടാക്കരുത്. എനിക്കൊരു സംശയം, ഈ കോളേജ് മിക്സഡ് ആക്കുന്നതാണോ അതോ നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടായി പോയി എന്നുള്ളതാണോ ഏറ്റവും വലിയ പ്രശ്നം? അതെ, അതല്ലാണ്ട് വേറെന്താ പ്രശ്നം? ഇങ്ങനെ ഒരു ആൾക്കൂട്ടത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. എന്നാലും ഞാൻ പറയുക, എനിക്ക് 3 മക്കളാണ്. മൂത്തവൾ മിക്സഡ് കോളേജിൽ പോയി, ഒടുക്കൊരു ഓട്ടോക്കാരന്റെ കൂടെ പോയി. അവരുടെ ജീവിതം ഒരു പോക്കും പോയി. പിന്നെ രണ്ടാമത്തവൻ, അവൻ മിക്സഡ് കോളേജിൽ പോയി. മീശ മുളയ്ക്കുന്നതിന് മുമ്പ് ഒരു അലപരാതി പെണ്ണിനെയും കൊണ്ട് അവൻ കുടുംബത്തോട്ട് കയറി വന്നു. അവന്റെ ജീവിതം കട്ടപ്പുക. ഇനിയൊരു പെങ്കൊച്ചും കൂടിയുണ്ട് ഇവിടെ. അതിനെങ്കിലും ഞാനൊന്ന് മനസമാധാനത്തോടെ പറഞ്ഞയച്ചോട്ടെ എന്റെ പൊന്നു പ്രിൻസിപ്പാള്. ഇനിയൊരു വോട്ടിങ്ങിന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. ഉണ്ടോ മാഡം? ഇല്ല. അപ്പോ അതിന് തീരുമാനമായി. ഇവിടെ പെൺകുട്ടികൾ മാത്രം പഠിച്ചാൽ മതി. സോ ദ മീറ്റിംഗ് ഈസ് ഡിസ്പേസ്ഡ്. എന്നതാണ് ഇത്? നീ എന്താ സിനിമാറ്റിക് ഡാൻസിന് പോകുന്നുണ്ടോ? ഹിന്ദി അറിയാവോ നിനക്ക്? ഹിന്ദി അറിയാത്ത 2 ഇന്ത്യക്കാരികൾ നാണമില്ലല്ലോ. ഫ്രണ്ട്സിന്റെ മുമ്പിലെങ്കിലും വെച്ച് പപ്പാന്ന് വിളിക്കേ. ക്ഷമി പപ്പ. അട്ടി തള്ളേനെ പൊരിച്ചോന്നോ? വറുത്ത് കോരി. ഞാൻ പറഞ്ഞില്ലേടി, കലക്കാൻ മത്തയച്ചനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആള്. അതിന്റെ ക്രെഡിറ്റ് മുഴുവനും മോളുടെ അച്ഛനുള്ളതാ. പുള്ളിക്കാരനാണ് ഗ്രൂപ്പ് കളിച്ചതും ആളെ കൂട്ടിയതും എല്ലാം. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാനൊന്ന് നിന്ന് തന്നു മാത്രം. അല്ല, അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഈ മിക്സഡ് ആയാൽ എന്താ കുഴപ്പം? അയ്യോ അങ്കിളെ, അത് ശരിയാവില്ല. ആമ്പിള്ളേര് വന്നാ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ എന്താ റോള്? ഓ, അപ്പൊ അതാണ് കാര്യം. ടീച്ചറേ, ടീച്ചർ ഇപ്പോഴും ദേഷ്യത്തിലാ. വിട്ടുകളാ. ടീച്ചർ ഒന്ന് എറിഞ്ഞു നോക്കി കൊണ്ടില്ല. മിസ്റ്റർ ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ കോളേജിന്റെ അഫിലിയേഷൻ ഓർഡർ പ്രകാരം PG കോഴ്സുകളിൽ ഒരു സീറ്റ് ആൺകുട്ടികൾക്ക് റിസർവ്ഡ് ആണ്. ആ സീറ്റ് ഫില്ല് ചെയ്യാൻ നിങ്ങളുടെ ഒന്നും ഒരു സമ്മതം എനിക്ക് ആവശ്യമില്ല. അതെന്റെ ഡിസ്ക്രിഷനാണ്. ആ സീറ്റിന് ഒരു ആൺകുട്ടി വന്നാൽ അത് ഞാൻ കൊടുത്തിരിക്കും. ദാറ്റ്സ് അപ് ടു മീ. മാത്യൂസേ, ദേ ആ പെണ്ണുമ്പിള പറഞ്ഞിട്ട് പോയത് കേട്ടോ? അവരുടെ ഡിസ്കഷൻസ് വെച്ച് ഈ പെൺകോളേജിൽ ഒരു ചെറുക്കനെ പഠിപ്പിക്കാമെന്ന്. ഇത് ഏത് പൂച്ചാക്കല നിയമമാ? എല്ലാ PG കോഴ്സിലും ഒരു സീറ്റ് ആൺകുട്ടിക്ക് അതുള്ളതാ. പക്ഷേ ഇന്നുവരെ ആ സീറ്റ് ചോദിച്ച് ആരും വന്നിട്ടില്ല. അഥവാ വന്നാൽ തന്നെ കൊടുത്തിട്ടുമില്ല. ആ കാര്യത്തിൽ അങ്കിൾ പേടിക്കണ്ട. ഇനി അങ്ങനെ ഒരുത്തൻ വന്നാ അവന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. അത് മതി. എടീ, ഇനി ആ പെണ്ണുമ്പിള്ള വല്ലവനെ ഇങ്ങോട്ട് എഴുന്നള്ളിക്കുകയാണെങ്കിൽ തന്നെ അവന്റെ മുമ്പിൽ പെടാതെ നടന്നോണം. വല്ല ചുറ്റിക്കളിക്കും നിന്നാൽ മൂത്തതുങ്ങളെ പോലെയല്ല, തല്ലിക്കൊന്ന് ഞാൻ പൊട്ടക്കിണറ്റി താത്തും. എന്നിട്ട് സെൻട്രലിൽ പോയി റെസ്റ്റ് ചെയ്യും. അപ്പൊ ശരി മക്കളെ, ഞാൻ പോട്ടെ. ഒരു കാര്യത്തിൽ പപ്പയ്ക്ക് സന്തോഷായി. എന്താ പപ്പ? ഒരാള് പോലും മോളെ കുറിച്ച് നല്ലത് പറഞ്ഞില്ല. എങ്ങനെ പറയും? വളർത്തു ദോഷം. എടിയടി, ഇനി ഒരു കൊല്ലം കൂടിയല്ലേ ഉള്ളൂ പപ്പ. അതിനിടയിൽ നല്ലത് പറയിപ്പിക്കാൻ വേണ്ടി മസിൽ പിടിച്ച് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാ. വേണ്ട, നീ തകർത്തോ. ഇത്തിരി തല്ലുകൊള്ളിത്തരം കാണിക്കണമൊക്കെ പപ്പയ്ക്ക് ഇഷ്ടാടി. പോട്ടെ മോളെ. ബൈ ബൈ. അഞ്ജലി, ഞാനതാ ബാഹുലേനെന്ന് വരട്ടാൻ പറഞ്ഞതാ. അല്ലാതെ ഞാനിപ്പോ ഉടനെ ഒരു ആൺകുട്ടിക്ക് ഇവിടെ സീറ്റ് കൊടുത്താ അവരത് വേറെ സെൻസിലേ എടുക്കൂ. മാമിന്റെ സ്പിരിറ്റും വാശിയൊക്കെ കണ്ടപ്പോ ഞങ്ങൾ വിചാരിച്ചു. ശരിക്കും അത് തന്നെയാ ചെയ്യേണ്ടത്. മാം, എനിക്കറിയുന്ന കുട്ടിയാ. ലിറ്ററേച്ചറിന് 80% മാർക്കുണ്ടവന്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും എടുക്കനാ. നമ്പർ 1 ഹോക്കി പ്ലെയർ. ഹർഡിൽസിൽ സ്റ്റേറ്റ് ചാമ്പ്യൻ.
മാർഷൽ ആർട്സിലാണെങ്കിൽ പറയും വേണ്ട. എത്ര സമ്മാനങ്ങൾ. ഇത് നിന്റെ TC. ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് തരാനില്ല. ഐശ്വര്യമായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചേ. ഓ സർ, കോഴ്സ് കഴിയാൻ ഇനി 2 മാസേ ഉള്ളൂ. എക്സാം എഴുതാനെങ്കിൽ അവനെ അനുവദിച്ചൂടെ? കൊള്ളാം, ഇതാലോചിക്കാം. ഇവിടെ ആദ്യം വരുന്ന പയ്യന് വെറും അക്കാഡമിക് ബുദ്ധി മാത്രം പോരാ. അല്ല, അഞ്ജലിയുടെ ആരേ കുട്ടി? എന്റെ മകനാ. ആര്? ശ്യാമോ? നിങ്ങൾക്കെന്താ എന്നോട് ഇത്രയ്ക്ക് ശത്രുത? ഇപ്പോ ഉള്ള മനസ്സമാധാനം കൂടി കളയാനുള്ള പരിപാടിയാ? മാം, അവന്റെ കൂട്ടുകെട്ട്, ആ കോളേജിന്റെ ചുറ്റുപാട്, അതൊക്കെ അവനെ വഷളാക്കിയേ. ഇനി 2 കൊല്ലം കൂടി അവൻ ആ കോളേജിൽ തന്നെ പോയാ ഞാൻ ആദ്യം പിടിച്ചു മരിക്കും. ഇവിടെയാണെങ്കി നമ്മുടെയൊക്കെ കൺവെട്ടത്ത് ഈ കണ്ട പെൺകുട്ടികളുടെ നടുവില് അവൻ എന്ത് തെമ്മാടത്തിനും കാണിക്കാനാ? അവസാനം ഞാൻ നാടുവിടേണ്ടി വരുവോ? അല്ല, അവന് സമ്മതമാണോ? സമ്മതിപ്പിക്കാം. ഞാൻ അവതരിപ്പിക്കുന്ന കഥയുടെ പേരാണ് 3001. സഹൃദരെ, ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആലത്തൂരോ അല്ല, ആഫ്രിക്കയിലോ ആലങ്ങോട്ടോ അല്ല, പിന്നെയോ കൊച്ചോളങ്ങൾ ഇക്കിളി കൂട്ടുന്ന കൊതുകിന്റെ സ്വന്തം നാടായ കൊച്ചിയിലെ 3000ഓളം സുന്ദരികൾ പഠിക്കുന്ന ഒരു വനിതാ കോളേജിലാണ്. അതാ അങ്ങോട്ടേക്ക് നോക്കൂ. അങ്ങോട്ടേക്ക് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങോട്ട് നോക്കിയാലും മതി. അതാണ് നമ്മുടെ നായകൻ. ആ ചിരി കണ്ടു, ആ കുടി കണ്ടു, കുടിച്ചിട്ടുള്ള ഇരിപ്പ് കണ്ടു. അറടിപ്പൊക്കമുള്ളാനൊരുത്തൻ, ആരും കൊതിക്കുന്ന കാമദേവൻ. അതെ, അല്ല, നിർത്ത്. വാ കൊണ്ട് ഊർജം കളഞ്ഞത് മതി. പറ, എന്താ നിന്റെ തീരുമാനം? വേണ്ട വേണ്ട. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ചോദിച്ചാൽ ഇവൻ നോയെ പറയും. പൊന്നു മോനെ മഹാഭാവി, മഹാലക്ഷ്മി ഓട്ടോ പിടിച്ചു വരുമ്പോ വാഹനബന്ധു പ്രഖ്യാപിക്കലടാ. കൂടുതൽ പ്രസിംഗ് വേണ്ട. ശരി, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. 3000 പെൺപിള്ളേരും ഒത്ത നടുക്കന്റെ പൊന്നുമോനും. നീ 3 കൊല്ലം ആൺപിള്ളേരുടെ കൂടെ ആറാടിയില്ലേ? ഇനി 2 കൊല്ലം പെൺപിള്ളേരുടെ കൂടെ അഴിഞ്ഞാടാ. ഇതിപ്പോ പൊട്ടന്റെ ലോട്ടറി അടിച്ച പോലെ. പൊട്ട നിന്റെ ഉപ്പാപ്പ അബ്രമാൻ. ആണ്ടവാ, ആവശ്യത്തിൽ കൂടുതൽ ഹൈറ്റും വെയിറ്റും നീ എനിക്ക് തന്നു, നിറവും സൗന്ദര്യവും തന്നു. എന്നിട്ട് ഇങ്ങനെ ഒരു യോഗം എനിക്ക് തന്നില്ലല്ലോ. മതിയടാ, നിർത്ത്. എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്റെ അമ്മയുടെ കൊട്ടേഷൻ വാങ്ങിച്ചിരിക്കുക വൃത്തികെട്ടവന്മാര്. കിട്ടിയ കാശിന് നക്കിയിട്ട് വീട്ടിൽ പോയിക്കോണം. എന്തെങ്കിലും തീരുമാനം പറഞ്ഞിട്ട് പോടാ. അത് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞോളാം. അറിയുന്നതിന് മുമ്പ് നീ ഒന്നോർക്കണം, നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റും കൊണ്ടുവന്ന എവിടെ കിട്ടൂടാ നിനക്കൊരു സീറ്റ്? അതുകൊണ്ട് ചെന്നാ KSRTC ബസ്സിൽ പോലൊരു സീറ്റ് കിട്ടൂല. അത് ഞാൻ നോക്കിക്കോളാം. നല്ല മണമുണ്ടല്ലോ. ഒരു പാർട്ടി ഉണ്ടായിരുന്നു. സ്പോൺസർ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അമ്മയൊന്ന് നിന്നേ. എന്താ? ഇത്രയും നാളും എന്റെ ഫ്രണ്ട്സിനെ ഒന്നും കണ്ണെടുത്താ കണ്ടുകൂടായിരുന്നല്ലോ. ഇപ്പോഴെന്താണാവോ അവരോട് പുതിയൊരു സ്നേഹം? എനിക്ക് ആരോടും ഒരു ദേഷ്യം ഉണ്ടായിരുന്നില്ല. നീ പാസ്സായതിന്റെ ചെലവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ഞാൻ കുറച്ച് രൂപ കൊടുത്തു. അല്ലാതെ എന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള കൈക്കൂലി അല്ല അല്ലേ? അതെ, അങ്ങനെയെങ്കി അങ്ങനെ. ഫ്രണ്ട്സ് പറഞ്ഞാലല്ലേ നീ കേക്കൂ. എന്റെ വാക്കിന് എന്താ ഒരു വില? എന്നെ കൊണ്ട് സഹി കേട്ടോ അമ്മേ. ശ്യാമു. ഓ, സമ്മതിച്ചു. ഇനി എന്നെ നന്നാക്കാൻ ഒരു അവസരം തന്നില്ല എന്ന് വേണ്ട. ശ്രമിച്ചു നോക്ക്. പക്ഷേ ഇനി എന്താ ഒരു പക്ഷേ? എന്ത് ധൈര്യത്തിലാ ഞാനങ്ങോട്ട് പോവാ? അന്നമ്മോ, എന്ത് ധൈര്യത്തിലാടി അവനിങ്ങോട്ട് വരുന്നേ? അവന് ജീവിതം മടുത്തു കാണോടി. അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ വന്ന് വണ്ടിക്ക് തല വെക്കോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വനജ ടീച്ചറുടെ ഈ പറഞ്ഞ വിത്തിനെ? എവിടെ? എന്താ അത്ര കാണാൻ? അത് ഉറപ്പല്ലേ അവൻ ചാന്ത് പൊട്ടാ. അതെ. ലോറൻസേ, ലിപ്സ്റ്റിക് തീർന്നടോ? ആണോ? അത് പിന്നെ ചാന്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നിർത്ത്. പുരുഷ സ്പർശമേൽക്കാതെ വിണ്ടുകേറി പണ്ടാരടങ്ങി കിടക്കുന്ന ഈ അംഗരാജ്യത്തേക്ക് വരുന്ന നമ്മുടെ ചാന്തുപൊട്ടിന് നമ്മളൊരു ഗംഭീര സ്വീകരണം നൽകുന്നു.
എന്റെ പ്രിയപ്പെട്ട സുന്ദരി കുട്ടികളെ, ഇങ്ങനൊരു മുഹൂർത്തം ഈ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. നിങ്ങൾക്ക് സുഹൃത്തും സഹപാഠിയും സഹോദരനുമൊക്കെയായി ആദ്യമായ ഒരു ആൺകുട്ടി ഈ ക്യാമ്പസിൽ കാലുകുത്തുകയാണ്. വെൽക്കം ടു അവർ കോളേജ്. താങ്ക് യു. ശ്യാം ബാലഗോപാൽ, ഫസ്റ്റ് MA ഇംഗ്ലീഷിൽ പുതിയ അഡ്മിഷൻ. നമ്മുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ വനജ ടീച്ചറുടെ മകൻ. ഒരു ഏലിയൻ എനിമിയായല്ല നിങ്ങൾ ശ്യാമിനെ കാണേണ്ടത്. ഇനി ശ്യാം രണ്ടു വാക്ക് പറയട്ടെ. ചക്കരേ, ഞങ്ങളുടെ മാനം കളയല്ലേ. ഡിയർ സിസ്റ്റേഴ്സ്, അങ്ങനെ വിളിക്കാൻ എനിക്ക് മനസ്സ് വരുന്നേയില്ല. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, സത്യത്തിൽ എനിക്കിതൊരു കറക്ഷൻ ഹോമാണ്. മലയാളത്തിൽ എന്താ പറയാ, ദുർഗുണ പരിഹാര പാഠശാല. അതുകൊണ്ട് എന്നെ നന്നാക്കിയെടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്, അല്ലേ മാം? പിന്നെ ഇവിടെ 2 വർഷം തികച്ചു പഠിക്കാമെന്ന് യാതൊരു ഉറപ്പും എനിക്കില്ല. ഞങ്ങൾ പഠിപ്പിച്ചോളാം. താങ്ക് യു. എനിക്കറിയാവുന്നത് ഞാനും പഠിപ്പിക്കാം. പിന്നെ പറഞ്ഞല്ലോ, എന്റെ അമ്മ ഇവിടെ ടീച്ചറാണ്. അതുകൊണ്ട് ഞാനിത്തിരി മാന്യത കാണിച്ച നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. താങ്ക് യു. വിദ്യാർത്ഥിനികളെ പ്രതിനിധീകരിച്ച് ശ്യാമിന് സ്വാഗതം ആശംസിക്കാൻ നമ്മുടെ പ്രിയങ്കരിയായ ആൻ മാത്യൂസിനെ ക്ഷണിക്കുന്നു. താങ്ക് യു. നമ്മുടെ ഈ ചേട്ടൻ സുമുഖനാണ്, സുന്ദരനാണ്, സർവോപരി സുഭാഷണനാണ്. നമ്മുടെ ഭാഗ്യം. ഒരു സ്വാഗത പ്രസംഗമല്ല, ഒരു സ്വാഗത ഗാനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, നിൻ സ്വദേശം കാൺമതിനായി. സ്റ്റോപ്പ് ഇറ്റ്. ഈ പാട്ടാണോ പാടുന്നേ? എന്നാ വേറെ പാടാം മാം. കടമിഴിയിൽ കമലദളം സൂപ്പർ ഹിറ്റ് സോങ്. ഓക്കെ. കടമിഴിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടന്ന. കം ടു മൈ റൂം. മീറ്റിംഗ് ഡിസ്പേഴ്സ്ഡ്. അതിനപ്പോഴേ ഹലോ. തിരക്കിനിടയിൽ വിശദമായിട്ട് പരിചയപ്പെടാൻ പറ്റില്ല. ഓ, പരിചയപ്പെടാൻ ഇറങ്ങിയതാ? 10,000 എണ്ണത്തിന് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും അനിയൻ ഇത്തിരി ക്ഷീണിക്കും. അതിനല്ലേടി 40+ ക്യാപ്സ്യൂൾ. ദേ, ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടാനാണ് ഉദ്ദേശമെങ്കിൽ മോനെ ഞങ്ങൾക്ക് പണിയാവേ. അത് ശരിയാ. ഞാനൊന്ന് അറിഞ്ഞ് വിളയാടിയ പിന്നെ 10 മാസം കഴിഞ്ഞ് നീയൊക്കെ ഫ്രീ ആകും. ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കം കയറി സ്റ്റാറായി. എങ്ങനെ സ്റ്റാർ ആവാതിരിക്കൂടി? ഹീസ് ഹോട്ട്, ഹാൻസം ആൻഡ് സ്മാർട്ട്. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, ഐ ഫെൽറ്റ് ഇറ്റ്. നീ ബാഹുലേന്റെ മോള് തന്നെ. വെറുതെ അല്ല നിന്നിങ്ങോട്ട് നാട് കടത്തിയത്. ഇതൊരു പാരമ്പര്യ രോഗ, ലൗസോഫ്രീനിയ. 4 ആളെ വിളിച്ചുകൂട്ടി ഒരു കല്യാണം നടത്താനുള്ള യോഗം ഏതായാലും നിന്റെ തന്തയ്ക്കില്ല. എന്തായാലും അവൻ വന്നു. ഇനിയിപ്പോ മറ്റാരെങ്കിലും അടിച്ചു മാറ്റുന്നതിന് മുമ്പ് നമുക്ക് അവനെ പൊക്കാം. ഇരിക്കട്ടെ ഒരു സുന്ദരൻ നമ്മുടെ കൂടെ. ശവങ്ങളും ഒരുത്തിന്റെ മണം അടിച്ചപ്പോഴേക്കും രണ്ടിനും. അത് പിന്നെ ഞങ്ങള് പെണ്ണുങ്ങളല്ലേടി. ഓ മരങ്ങോടൻ, ഇതിന്ന് 3ാമത്തെ തവണയാ. ഫാഷൻ ഡിസൈനറാ. നീ ഇങ്ങോട്ട് വന്നേ, അവന്റെ സൂക്കട് ഞാൻ തീർത്തുതരാം. ഹലോ രഞ്ജിത്ത്. ഞാൻ ശരിക്കും ആലോചിച്ചു, എനിക്ക് താല്പര്യ. രഞ്ജുന്റെ ഓഫീസ് എവിടാ? നേരിട്ടൊന്ന് കാണാം. ഓക്കെ. കണ്ടല്ലോ, ക്യാറ്റ് വാക്ക് അല്ല, അന്നനട മതി. കേരള ക്ലാസിക് വെയറിൽ മദാമ നടക്കുന്ന പോലെ അല്ല നടക്കേണ്ടത്. എന്റെ ബ്ലൗസ്.
സാരി, സോറി. മുടിപ്പിടി, സാരി ഉടുക്കുന്നവർ സമ്മതിക്കണം. ഊരാമ്പെടുന്ന പാട്. എന്തിനാ ഈ കുട്ടി ഇങ്ങനെ ചിരിക്കുന്നു? ഹായ്, ഇതിന്റെ ക്രെഡിറ്റ് മുഴുവനും ആറ്റുകാൽ രാമകൃഷ്ണ. പറഞ്ഞ അച്ചട്ടാ. എന്റെ ഗ്രഹനില കണ്ടപ്പോഴേ പറഞ്ഞു ആഗ്രഹിച്ചതൊക്കെ നടക്കുന്നു. 7ാം ഭാവത്തിൽ ശുക്രൻ മീനരാശിയിൽ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നാ പറഞ്ഞത്. സത്യം പറയാലോ, താൻ ഇത്ര പെട്ടെന്ന് സമ്മതിക്കുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഈ ആഴ്ച വാല് മുറിയാൻ സാധ്യതയുണ്ടെന്ന് ജോത്സ്യം പറഞ്ഞിരുന്നോ? അതെ, ഇവളുടെ അച്ഛനോട് ഈ വിവരം പറഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും തന്റെ ഈ പ്രശ്നം. അയ്യോ, അച്ഛനോട് പറയാൻ വരട്ടെ. ആദ്യം കുട്ടിക്ക് താല്പര്യം വേണം. അതിനുശേഷം 2 ദിവസം റാമ്പിൾ റിഹേഴ്സൽ. സർ, ഫോട്ടോസ്. ഇതൊന്നും ഇനി വേണ്ടടോ. ദേ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. കേരള ക്ലാസിക് വെയർ ഐറ്റം പ്രസന്റ് ചെയ്യാൻ ഇത്രയും ആപ്റ്റ് ആയ ആളെ വേറെ എവിടെ കിട്ടാനാ? ക്യൂട്ട് കുട്ടി. സഹോദര, എന്താ കുട്ടി? മനസ്സിലാവുന്ന ഭാഷയിൽ പലതവണ ഇവള് പറഞ്ഞു തന്റെ മോഡലാവാൻ താല്പര്യമേ ഇല്ലാന്ന്. ഫെമിന ഷോ എന്നൊക്കെ കേൾക്കുമ്പോ നെഞ്ചും തല്ലി വീഴുന്ന പെണ്ണുങ്ങളെ താൻ കണ്ടിട്ടുള്ളൂ. ഇവൾ ആ ടൈപ്പ് അല്ല. അതുകൊണ്ട് ആ പൂതി ചേട്ടൻ 8 മടക്കി പോക്കറ്റിൽ വെക്ക്. കുട്ടി അല്പം വഴി തരും. അതെ, ഇത് അസൂയ. കുട്ടിക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തീരുമാനിക്കണ്ട, ഞാൻ വിളിച്ചോണ്ടേയിരിക്കും. ഔചത്യക്കാരന് ആവശ്യമുണ്ടല്ലോ. വാടി, ഇതൊരു നടക്ക് പോവൂല. ചേട്ടൻ ആറ്റുകാൽ രാമകൃഷ്ണനെ ഒന്നുകൂടെ കണ്ടേക്ക്. അംഗഭംഗം, മാനഹാനി ഏതെങ്കിലും ഒന്ന് ഉറപ്പാ. വരട്ടെ. Dr. Foster's was surprised to see the man that launched 1,000 ships. Dr. Foster. Hey Sham, എന്താ അത്? ഒന്നുമില്ല മാം. He surrendered his life to satisfy his strong, irresistible, lusty desire to see the amazing beauty of Helen. Here, Christopher Marlowe is narrating. Hey Sham, എന്താ അവിടെ? എന്താ കയ്യില്? ഇത് എന്തോ ബ്രെഡ് ആണെന്ന് തോന്നുന്നു മാം. ബ്രെഡോ? ആ, ഇത് നഗ്ഗി. അല്ല, സോറി. ആരെങ്കിലും ഒന്ന് വാങ്ങിക്കേ. ശ്യാം, ഇവിടെ എന്താ ഇവിടെ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ. ഇത് പ്രശ്നമാകും. ശ്യാം, ഓ, അടുത്ത കുരിശ്. ഞാൻ ക്ലാസ്സിൽ നോക്കിയിരുന്നു. വരുന്നോ? ഒരു കോഫി ഓഫർ ചെയ്യാം. വേണ്ട, ഇപ്പൊ കുറച്ച് തിരക്കുണ്ടേ. പ്രീത, ഒരു മിനിറ്റ്. ഈ യൂറിനൽ എവിടാണ്? അത് ശരി, വെറുതെ അല്ല കോഴി മുട്ടയിടാൻ നോക്കണ പോലെ. ദാ അവിടുന്ന് റൈറ്റ്. താങ്ക്സ്. ഇത് എവിടേക്കാ? ഇത് പെൺകുട്ടികളുടെ യൂറിനലാ. പെൺകുട്ടികൾക്ക് മാത്രം എഴുതി വെച്ചിട്ടുണ്ടോടി? നീ നാളത്തുള്ളവരോട് പറ, ഏട്ടനൊരു അത്യാവശ്യം ഉണ്ടെന്ന്. പോകാൻ ഞാൻ 10 വരെ എണ്ണുവേ. അതിനുള്ളിൽ പുറത്ത് വന്നില്ലെങ്കിൽ ഞാൻ അകത്ത് കയറും. 1, 2, 3. എന്തിനാണ് ഇച്ചിരിക്കുന്നത്? 4, 5, വേഗം 6, 9. പറയട പൊന്നെ, എങ്ങനെയുണ്ട് സ്ഥലം? എന്റെ പപ്പ പെമ്പിള്ളാരുടെ ഒരു മാർജിൻ ഫ്രീ മാർക്കറ്റ്. ഇഷ്ടമുള്ളതിനെ തെരഞ്ഞെടുക്കാല്ലേ? ആരും ഒന്നും പറയൂല. പടച്ചോനെ, ഇവന്റെ സീറ്റാ വരച്ചത് എന്റെ തലയെ വരച്ചിരുന്നെങ്കിൽ. നീ അവിടെ കയറി ഒട്ടാൻ തീരുമാനിച്ച? ഓ, അതിന് നിന്റെ അച്ഛനെ നോക്കണം. മെൻസ് കോളേജിൽ 3 വർഷം കൊണ്ട് 9 സസ്പെൻഷൻ വാങ്ങിച്ചവനാ ഞാൻ. 7 പോലീസ് കേസ്. പിന്നെ വിമൻസ് കോളേജ്
നീ നോക്കിക്കോ, കൂടിയാൽ 1 മാസം മേടിച്ചിരിക്കും ഞാൻ ഡിസ്മിസൽ. ദാ നിനക്ക് എന്തിന്റെ കേടാ? ഈ കണ്ട തങ്കക്കുടങ്ങൾക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നീ അവിടെ പഠിച്ചാ മതി. പിന്നെ അവിടത്തെ പഠിക്കലും പീഡിപ്പിക്കലും ഇവിടെ ഒന്ന് ഞങ്ങളോടൊക്കെ പറഞ്ഞോട്ടാ. എടാ നീ ഇത് എന്തറിഞ്ഞിട്ടാ? അവിടുത്തെ പ്രശ്നം വല്ലതും നിനക്കറിയോ? 17 തികയാത്ത പാൽക്കാരൻ പയ്യനെ 5 പെമ്പിള്ളാർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊന്ന സ്ഥലാ അത്. ആണ്ടവാ, അതാണ് മരണം. നമ്മളും മരിക്കും, വില ചൊറിയ ചെരങ്ങ ചാർദിലൊക്കെ വന്ന്. അവന്റെ ആത്മാവ് ഇപ്പോ സ്വർഗത്തിൽ കിടന്ന് അർമാദിക്കായിരിക്കും. എക്സ്ക്യൂസ് മീ, ഈ ശ്യാംബാലഗോപാൽ വിമൻസ് കോളേജിൽ പഠിക്കുന്ന ആൾക്കാരന്വേഷിച്ചു വന്ന് തുടങ്ങി. ഞാനാ ശ്യാം. ആരാ? ഞാൻ രഞ്ജിത്ത്, തിരക്കുള്ളൊരു ഫാഷൻ ഡിസൈനറാ. എങ്കിൽ തിരക്കൊഴിഞ്ഞിട്ട് വാ, പോയിക്കോ. ശ്യാമിനോട് പേഴ്സണലായിട്ടൊരു കാര്യം. എനിക്ക് ശ്യാമിന്റെ ഒരു ഹെൽപ്പ് വേണം. നിങ്ങളുടെ കോളേജിലെ കുട്ടിയാ. കൊള്ളാലോ വീഡിയോ. ഈ കുട്ടിയെ മാറ്റി ചേരില്ല. എന്താ ഒരു ഐശ്വര്യം. അയ്യോ, കല്യാണാലോചന ഒന്നുമല്ല. ഫെമിന ഷോയില് എന്റെ ഒരു ഐറ്റം പ്രസന്റ് ചെയ്യാൻ ഈ കുട്ടി ആപ്റ്റാ. ഞാൻ അപ്രോച്ച് ചെയ്തിരുന്നു, പക്ഷെ ആ കുട്ടി താല്പര്യം കാണിക്കുന്നില്ല. അപ്പോഴെ ശ്യാമിനെ കുറിച്ച് കേട്ടത്. ഈ കുട്ടിയെ പരിചയം ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പരിചയമുണ്ട്, പക്ഷെ സോറി ബ്രദർ, ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ബീർ തീർന്നിരിക്കുക. ഒപ്പിച്ചോട്. ബീർ തീർന്നിരിക്കുക. കയ്യിൽ കാശില്ലായിട്ടല്ല, ATM കാർഡ് ഇല്ലാത്തത് കൊണ്ട്. എടാ പപ്പ, നീ ഇത് എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കും. നമ്മളാളാ. നീ പോയി മറ്റേ ബീറും നിനക്ക് ശ്യാം വിചാരിച്ച നടക്കും. ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല, എങ്കിലും ശ്രമിച്ചു നോക്കാം. ഓക്കെ സ്റ്റുഡൻസ്, ഡിയർ ഫ്രണ്ട്സ്, ഈ തങ്കക്കുടത്തിന് അറിയാൻ മേലാത്ത ചില നിയമങ്ങളുണ്ട് നമ്മുടെ ഈ പൊന്നാപുരം കോട്ടയിൽ. അതൊക്കെ നമ്മൾ വേണം പഠിപ്പിച്ചു കൊടുക്കാൻ, റൈറ്റ്? യെസ്. കുഞ്ഞാടുകളെ ഒന്ന് മാറിക്കേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. സോസമ്മോ, ഓ ഒന്ന് നോക്കിയടി. എന്നതാണ് ഇതേ പറയുന്നേ? ഒയ്യോ, ഇത് നമ്മുടെ പെറ്റിക്കോട്ട് സർക്കുലർ അല്ലയോ? ആന്നേ, നീ അതൊന്ന് വായിച്ചേ. വള്ളിയും പുള്ളിയും കുത്തും കോമയും ഒന്നും വിടരുത്. ഓക്കെ. All students of this institution are mandatorily required to wear a petticoat while inside the campus. ഇനി തർജ്ജമ എന്ന് വെച്ചാ എല്ലാ സ്റ്റുഡൻസും കോളേജിൽ വരുമ്പോ പെറ്റിക്കോട്ട് ധരിച്ചിരിക്കണം. എന്നതാടി ഈ പെറ്റിക്കോട്ട്? നമ്മുടെ ചേട്ടന് അറിയണ്ടായോ? എന്റെ അന്നമ്മോ, അത് നമ്മുടെ ഷെമ്മീസ്. അതാണ്. നിക്കൊരു സംശയം, ആ സാധനം പെമ്പിള്ളേര് മാത്രം ഇട്ടാ മതി എന്നാണോ പറഞ്ഞേക്കണേ? അയ്യോ അല്ല, ഓൾ സ്റ്റുഡൻസ് എന്നാ പറഞ്ഞേക്കണേ. എന്ന് വെച്ചാ എല്ലാരും. ഓഹോ, അയ്യോ, ഈ ചേട്ടൻ ഇട്ടിട്ടില്ല. എന്റെ മാതാവേ, ഈ ചേട്ടൻ ഇട്ടിട്ടില്ല. ഏയ്, ദിസ് ഇസ് ടു മച്ച്. ഈ സർക്കുലർ പഴയതാ, ബോയ്സ് ഇവിടെ ഇല്ലാത്ത കാലത്തെ. അതുകൊണ്ട് എന്ത് പ്രയോജനം മോളെ? ഈ സർക്കുലർ പിൻവലിച്ചിട്ടില്ല, അമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നീ പോ മോളെ ദിനേശി, നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുവേ. ദിസ് ഇസ് റാഗിംഗ്. ഞാൻ ഇത് റിപ്പോർട്ട് ചെയ്യും. നീ പോയി ഒലത്തടി. മുത്തേ, ഇതങ്ങടെ ഇട്ടേക്ക്. വെറുതെ നിയമം ലംഘിക്കണ്ട. കൊള്ളാലോ. ശരി, നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമല്ലേ, ആയിക്കോട്ടെ. പക്ഷെ അതിനു മുമ്പ് ഈ പറയുന്ന സാധനം നിങ്ങളെല്ലാവരും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കൊന്ന് പരിശോധിക്കണം. അല്ല, നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ. നന്ദന പെറ്റിക്കോട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലേ? മോളിട്ടിട്ടുണ്ടോ? സൂസൻ പെറ്റിക്കോട്ട് ഞാനൊന്ന് കാണട്ടെ. നിങ്ങളൊക്കെ ഇങ്ങനെ ഓടിയാലോ? ആ ചേട്ടനൊന്ന് കാണട്ടെ. അല്ല, ചേട്ടൻ മാത്രം പെറ്റിക്കോട്ടിട്ട പിന്നെ നിങ്ങളുടെ കാര്യം ആര് നോക്കും? ധന്യ ഇങ്ങനെ. അന്നമ്മേ, നിന്നെ എനിക്ക് വിശ്വാസമാണ്. വേറെ ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഇന്ന് നീ ഇതിട്ടിട്ടുണ്ടായിരിക്കും എന്നെനിക്കറിയാം. ഓക്കെ ഫ്രണ്ട്സ്, എല്ലാവരും ശരിക്ക് കണ്ടോണം. ഞാൻ ഇതിടാൻ പോവാണ്. ആ
ഓക്കെ എല്ലാരും നോക്കിക്കോളൂ, കണി റെഡിയാണ്. ശരി ശരി ശരി, അങ്ങനെ നമ്മുടെ ജ്യേഷ്ഠൻ ഈ നിയമം പാലിച്ചിരിക്കുന്നു. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ഇനി നമ്മൾ എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ചേട്ടൻ ഡ്രസ് മാറി വീണ്ടും സുന്ദരനായിക്കോട്ടെ. നിക്ക്. ഇപ്പൊ ഞാൻ ഈ ഡ്രസ് ഊരി വെച്ച അത് വീണ്ടും നിയമലംഘനമാകും. അതുകൊണ്ട് ഈ നിയമത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തുന്നത് വരെ ഞാൻ ഇതിട്ടോണ്ട് തന്നെ നടക്കാൻ പോവാ. പണി പിന്നെയും പാളി. ഹായ് ഗേൾസ്, ദീൻ പെരുകിടതോ കുട്ടികളെ. മോളുടെ പെറ്റിക്കോട്ട് ഇതുപോലാണോ? അയ്യോ, നാണം വന്നു. വഴി മാറടി. പോട്ടെ. നിക്കൂ. പോരെ. ഒന്നുകൂടെ പ്ലീസ്. നിനക്ക് മതിയായില്ലടി. ശ്യാമിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല മാം. ഈ പ്രശ്നം ഇത്രയ്ക്ക് വഷളാക്കിയത് ആനും കൂട്ടുക. ഈ സർക്കുലർ കൊണ്ടുപോയി ശ്യാമിന് കൊടുക്ക്. എന്നിട്ട് ഡ്രസ്സ് മാറി എന്നെ വന്ന് കാണാൻ പറ. എന്റെ മാതാവേ, ഇനി എന്തെല്ലാം കാണണം. പ്രിൻസിപ്പൽ ടീച്ചർ അവിടെ കുത്തിയിരിക്കുക. ആ ചെറുക്കൻ വേണ്ട ക്യാൻറ്റീനിലിരുന്ന് ഫാഷൻ ടി വി കളിക്കണു. ഒന്ന് വന്ന ആ ചാനൽ ഒന്ന് മാറ്റ്. ആഹാ, ഇവിടെ വന്ന് ഒളിച്ചിരിക്കല്ലേ. അല്ല ടീച്ചറെ, ഈ സൈസ് ഇത് ഒന്നേ ഉള്ളോ അതോ ഇനി കൂടുതൽ പ്രസംഗമൊന്നും വേണ്ട. മറിയപ്പോ എന്തെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഓ, നീ കണ്ടില്ലല്ലോ, ഉഗ്രേഷോ ഇപ്പൊ തീരും. ഇനി ഞാൻ എങ്ങനെ കുട്ടികളെ ഫേസ് ചെയ്യും? ഞാൻ ലീവ് എടുക്ക. അഞ്ജലി, നല്ല പഴുക്കാ ചോറിലുകൊണ്ട് 10 പെട ചന്തിക്ക് കിട്ടേണ്ടത് ആർക്കാന്നറിയോ? ആ തലതെറിച്ച പെണ്ണിന്, ആൻ മാത്യൂസിന് അല്ല, എനിക്കാ. എന്നാലേ പുലിവാല് പിടിക്കണ ഈ സ്വഭാവം മാറൂ. ഇതിപ്പോ ആ വിവരം കേട്ട പേരൻസ് അറിഞ്ഞ എല്ലാം കൂടി കയറും പിടിച്ചു വരും. നീ ഇത് കൊളമാക്കാതെ വിടില്ല. PTA പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സാധാ രക്ഷിതാവായിട്ടാണ്. കൺമുമ്പിൽ ഇത്രയും വലിയ അഴിഞ്ഞാട്ടുണ്ടായിട്ടും മാഡം എന്ത് ആക്ഷൻ എടുത്തു? മുമ്പ് പഠിച്ച കോളേജിൽ 3 കൊല്ലം കൊണ്ട് 9 സസ്പെൻഷൻ, 7 പോലീസ് കേസ്. ഇത്രയ്ക്ക് സ്വഭാവ ഗുണമുള്ളൊരു പയ്യനെ ഇവിടെ ചേർത്തത് തന്നെ ഞങ്ങൾക്കിട്ടൊരു പണി തരാനല്ലേ ടീച്ചറേ? എലിയെ കൊല്ലാൻ ഇല്ലം ചുടുകാന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ സമ്മതിച്ചു. ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾ തന്നെയാ ഇവിടെ നടന്നത്. ആയിക്കോട്ടെ, എടുത്തുകളെ. എന്തായി? സസ്പെൻഷൻ ഉറപ്പായി. കുട്ടിയെ വിളിക്കുന്നുണ്ട്. ക്ലാസ്സിലിരുന്ന വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് തടഞ്ഞു വെച്ച് ബലം പ്രയോഗിച്ച് പെറ്റിക്കോട്ട് ധരിപ്പിക്കുക. പ്രത്യേകിച്ച് പറയണ്ടല്ലോ മത്തായിച്ച, റാഗിംഗ്. ഇതാ മോളുടെ സസ്പെൻഷൻ. മാന്യമല്ലാത്ത വസ്ത്രം ധരിച്ച് ക്യാമ്പസിലിറങ്ങുക, അറിഞ്ഞുകൊണ്ട് പെൺകുട്ടികളുടെ ടോയ്ലറ്റിൽ കയറുക. ദാ മോന്റെ സസ്പെൻഷൻ. രണ്ടാളും 15 ദിവസം വീട്ടിൽ പോയിരിക്കും. എൻക്വയറി കഴിയട്ടെ. തീർന്നില്ല. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ റാഗിംഗ് നടന്നാൽ അത് പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടത് പ്രിൻസിപ്പലിന്റെ ബാധ്യതയാ. 3 വർഷം വരെ തടവ് കിട്ടാവുന്ന നോൺ ബെയിലബിൾ ഒഫൻസ് അല്ലേ? ദാ ശ്യാം ഒരു കംപ്ലൈന്റ് എഴുതി തന്നോളൂ. നടപടികളൊക്കെ അതിന്റെ വഴിക്ക് പോട്ടെ. ഏയ് നോ മാം, ഞാനതൊരു തമാശയായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാ, ഈ അറസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞ അതത്ര സുഖമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് കുടുംബത്തിൽ പറഞ്ഞൊരു പെങ്കൊച്ചിന്. അതൊന്നും എന്റെ കൺസേൺ അല്ല. യു ഗിവ് മീ ദ കംപ്ലൈന്റ്. ഇല്ല മാം, ഐ എം സോറി. അവിടെ നിക്കടി. എടി പൊട്ടിക്കാളി, നിന്നോടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല ഞാനത് എഴുതി കൊടുക്കാതിരുന്നത്. ഇതുപോലൊരു നെത്തോലി പെണ്ണ് എന്നെ റാഗ് ചെയ്തൊന്ന് പുറത്തറിഞ്ഞ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അപ്പം മച്ചു സമ്മതിച്ചേ എന്റെ റാഗിങ് ഏറ്റൂന്ന്. ബാബാ നടക്കടി. എന്റെ പൊന്നു ചങ്ങാതി, എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്ക, ഈ സാധനം അടിയന്തരാവസ്ഥക്കാലത്തുണ്ടായതാണോ? പൊന്നാശാനെ വിട്ടേക്ക്. ഒന്ന് മാറിക്കേ വെച്ചേ. മോളും കൊള്ളാം, തന്തയും കൊള്ളാം. നീ എന്നെ കാണാൻ നിക്കാടി? ക്ലാസ്സിൽ പോടി.
നന്ദു 15 ദിവസം കഴിഞ്ഞ് കാണാം, വിളിക്കണേ. ഒറ്റ മോനല്ലേ നീ, വെറുതെ ആ ടീച്ചറമ്മയെ കരയിപ്പിക്കാൻ നിക്കണ്ട. കോളേജിന്റെ പുറത്തെ മുട്ടി നിക്കാൻ പറ്റില്ല നിനക്ക്, മോൻ മുള്ളിപ്പോവും. 3 ബാക്കി ഈ പോയ ഒന്നല്ലേ ഉള്ളൂ. അതിന്റെ കാര്യം ഞാൻ ഏറ്റു. അമ്മാവൻ പോ. ഒരു തുരുമ്പ് കഷ്ണം നടന്നുപോയി. ഹായ്, ദേ പാത്രം കൊണ്ട് പൂക്കളം. ഞാൻ ആദ്യമായിട്ട് കാണാ. ടീച്ചർ സൈലൻസ്. ആന്റി എന്താ ഉണ്ടായേ? അവൻ വീട്ടിലും തുടങ്ങിയോ ആക്രമണം? എന്താ ഞാൻ അറിഞ്ഞ പൊട്ടില്ലേ? അബദ്ധം പറ്റിയത് എനിക്കാ. അവന് ഇഷ്ടമുള്ളിടത്ത് അവൻ പഠിച്ചോട്ടെ. എന്തായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി ഇനി ആ കോളേജിൽ വേണ്ട. അയ്യോ, അത്രക്ക് കടുത്ത തീരുമാനമൊന്നും വേണ്ട. അവനെ കൊണ്ട് സമ്മതിപ്പിച്ച് ഞങ്ങളൊക്കെ അല്ലേ. അപ്പ കുറച്ച് ഉത്തരവാദിത്വം ഞങ്ങൾക്കും ഉണ്ട്. എവിടെ അവൻ? വിളിക്കൂ, ഞാൻ ശാസിക്കട്ടെ. എടാ ശ്യാം. പപ്പാ, നാടകമൊന്നും എന്റെ അടുത്ത് വേണ്ട. ശാസിക്കാനല്ല അഭിനന്ദിക്കാനാ വന്നതെന്ന് എനിക്കറിയാം. ഇതാരാ? ഒരു പുതിയ കുഞ്ഞാട്. നമസ്കാരം ആന്റി, ഞാൻ രഞ്ജിത്ത്, ശ്യാമിന്റെ ഫ്രണ്ടാ. ഡിവാൾഡിയുടെ ഒഫീഷ്യൽ ഡിസൈനറാ. കൊള്ളാം, കുരുത്തക്കേട് പഠിക്കാൻ പറ്റിയ സ്കൂളാ. എന്റെ ശരിക്കുള്ള കമ്പനി ബോംബെയിലാ. ഇതൊക്കെ ഞാൻ ഡിസൈൻ ചെയ്തതാ. ഇത് വളരെ ഓൾഡ് ഫാഷൻ അല്ലേ? ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും തകർത്ത് കളഞ്ഞില്ലടാ. അവിടെ ചെന്ന് കാലെടുത്ത് വെച്ചില്ല, അതിനു മുമ്പ് വാങ്ങിച്ചില്ല സസ്പെൻഷൻ. ഒരു 10-35 പ്രേമം, 4 ചെറിയ ചെറിയ പീഡനങ്ങൾ, ഇത്രയൊക്കെ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചത് തെറ്റാടാ. ഇതിന്റെ പേര് നിന്നെ ഡിസ്മിസ് ചെയ്താലും ഞങ്ങൾക്ക് അഭിമാനമായിരുന്നു. ബീക്കിരി പെണ്ണായിട്ട് ഗുസ്തി പിടിച്ചേന്. അവളുടെ സ്ഥാനത്ത് വല്ല ആമ്പിള്ളാരും ആയിരുന്നെങ്കിൽ എപ്പ വാരിയിൽ ഒടിഞ്ഞെന്ന് ചോദിച്ചാ മതി. അത് ശരി, അടി കൊടുക്കാനല്ലേ പറ്റാതുള്ളൂ. വിളി, അവക്കൊരാശ്വാസമാവട്ടെ. വിളിച്ചിട്ട് തന്തക്കും തള്ളക്കും മുത്തിക്കും 10 തലമുറക്കും വിളിക്കുതറി. അത് കേട്ട് തനിക്കൊരു തെരു പോലും പറയാൻ പറ്റിയില്ലല്ലോ നോർത്ത് മനന്നൊന്ന് അവൾ ആത്മഹത്യ ചെയ്യണം. എടോ ഡിവാൾഡി, ഒരു 4 ചെത്ത് തെറി പറഞ്ഞേ. ഏയ്, തെറി പറയേണ്ട തെറ്റൊന്നും ശ്യാം ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ആ കുട്ടിയുടെ അഹങ്കാരിയാ. എടാ, ആ പെണ്ണിനെ വിളിക്കാൻ പറ്റിയ 4 ഫാഷനുള്ള തെറി പറയാനാ നിന്നോട് പറഞ്ഞത്. അതൊന്നും വേണ്ട ശ്യാം, എന്തായാലും ആ പെണ്ണൊരു സ്ത്രീയല്ലേ. നിന്റെ അമ്മയും പെങ്ങളൊന്നും അല്ലല്ലോ. പറടാ, ഒരു 4 വിളച്ച തെറി. സ്റ്റുപ്പിഡ് ഗേൾ. അയ്യേ, അതൊരു ഏപ്പടത്തിന്റെ പേര് പോലെ ഇരിക്കുന്നു. അതെയോ? യൂസ്ലെസ് അല്ലെങ്കിൽ ഇഡിയറ്റ്. എടോ മണവണാഞ്ച, ഈ LKG സ്റ്റൈൽ സാധനമല്ല വേണ്ടത്. ഇതുപോലെ വല്ല സാധനം ഉണ്ടാ? റിങ്ങുണ്ട്. ഹലോ. തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ആയമ്മ പിന്നെയും കയറി നിന്നല്ലോ നമുക്ക് പണിയുണ്ടാക്കാൻ. ഇത്തിരി വിയർത്തിട്ടാണെങ്കിലും കഴിഞ്ഞ തവണ നമ്മള് പൊട്ടിച്ച് കൈ കൊടുത്തില്ലേ? ആ ടൈപ്പ് തറവേരൊന്നും ഇത്തവണ നടക്കൂല മോളെ. അവള് ഭയങ്കര കോൺഷ്യസാ. അഞ്ജു അറിയാലോ, ദേ വരണുണ്ട് കൊള്ളിപ്പിശാശം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. എത്തിയില്ലോ മുതല്. നിങ്ങൾ ഇവിടെ നിൽക്കേ, ഞാനിപ്പോ വരാം. എന്തിനാ, നിനക്ക് മതിയായില്ലേ? ഇല്ല മോളെ. നീ ചെന്ന് ഒരു നോമിനേഷൻ വാങ്ങി വെക്കേ. നീ നിക്കാൻ പോവാ? ഹോ, ഇങ്ങനെ ഒരു പോത്ത്. ഇവിടെ ഏത് പട്ടിക്കളിയാടി എനിക്ക് വോട്ട് ചെയ്യാ? ആദ്യം പറഞ്ഞത് ചെയ്. കണ്ണു ചിമ്മാതെ നിന്നു. ഒരടി ഇപ്പൊ കാണാം. ശ്യാമിനെ നമ്മളോട് നിർത്താൻ അവളായിട്ടൊരവസരം തരിക. അന്നമ്മ സാറ് രാവിലെ തന്നെ ചാർജ് എടുത്തല്ലോ. സാറിനേക്കാൾ 10 മിനിറ്റ് മുമ്പെങ്കിലും ചാർജ് എടുക്കണ്ടേ? അപ്പൊ എങ്ങനാ, നമ്മുടെ സെക്കൻഡ് റൗണ്ട് തുടങ്ങല്ലേ? അത് തുടങ്ങാം.
നോക്കിയേ, സകല അസത്തുക്കളും ഒരു അടി പ്രതീക്ഷിച്ച് നിൽക്കുക. വിടിച്ചേട്ടാ വണ്ടി. വിജനമായ സ്ഥലത്തേക്കാണല്ലോ പോക്ക്. ഒന്ന് അടങ്ങിയിരിക്കണ്ട അന്നമ്മേ, നമ്മൾ ആമ്പിള്ളാരിങ്ങനെ പേടിച്ചാലെങ്ങനെ? എനിവേ, താങ്ക് യു വെരി മച്ച് ചേട്ടാ. എന്തിന്? എന്നെ ഹെൽപ്പ് ചെയ്തതിന്. ഹെൽപ്പോ? ഒരുപാട് അലവലാതി പിള്ളേർക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തില്ലേ, അതിന്. നീ തന്നെ ഒരു ഹിമാലയൻ സർപ്രൈസ് അല്ലേ അന്നമ്മേ? ഈശോയെ. പറ, എങ്ങനുണ്ടായിരുന്നു എന്റെ മുഖ്യ ശത്രുവിന്റെ 15 ദിവസങ്ങൾ? പരമ ബോർ. യുദ്ധം ഇല്ലാതിരിക്കുമ്പോ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിന് തോന്നുന്ന ഒരു ബോറടിയില്ലേ, ഒരു ഇന്റർനാഷണൽ ബോർ, അത് തന്നെ. മറ്റേത് ഓരോ രാത്രിയും വെളുപ്പിക്കുന്നത് മച്ചുവിനെ എങ്ങനെ പണി തരാന്ന് ആലോചിച്ച. സത്യം പറഞ്ഞ അന്നമ്മേ, നിന്നെ കണ്ട ആദ്യം തോന്നുന്നത് പടച്ചോനെ ഇതൊരാണായിരുന്നെങ്കിൽ ഇടിച്ച് നെഞ്ചും കൂട് തകർക്കായിരുന്നല്ലോ എന്ന്. ആ പിന്നൊരു ആശ്വാസം, നീ ഒരുത്തെങ്കിലും ഉണ്ടല്ലോ ഈ ക്യാമ്പസിലൊരു നേരം പോക്കിന്. അത് ചേട്ടാ, കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഒരു ഔപചാരിക സമാധാന ചർച്ച വേണ്ട. സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സന്ധി ഒപ്പിടാം. എന്താ? ഇത് നോമിനേഷൻ പേപ്പർ. നന്ദന മത്സരിക്കുന്നു ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക്. നോമിനേറ്റ് ചെയ്യുന്നത് ശ്യാം. ഇങ്ങനെ ആവട്ടെ നമ്മുടെ സൗഹൃദ ഉടമ്പടി. ഒപ്പിട്ടോളൂ. എന്തിനാ അന്നമ്മേ വെറുതെ എന്റെ ഒരു ഒപ്പ് വേസ്റ്റ് ആക്കുന്നത്? ഇതുകൊണ്ടൊക്കെ വല്ല കാര്യമുണ്ടോ? പ്രീതയാണെങ്കിൽ പിള്ളേരുടെ കണ്ണിലുണ്ട്, നിങ്ങളോ കണ്ണിലെ കരടും. ഇത് വെറും ഒരു ഒപ്പല്ലല്ലോ മാഷേ, ഒപ്പിക്കലല്ലേ? എന്താ? അല്ല, ഒപ്പിട്ടോളൂ. ഇവിടെ ഈശ്വരാ, ദേ വരണം. ഇതൊരു ശീലാക്കണ്ട കേട്ടോ. ചുറ്റിക്കളിക്കാൻ നിൽക്കാതെ ഉടൻ സ്ഥലം വിട്ടേക്കണം. താങ്ക് യു ആന്റി. മോളെ, ഇത്രയ്ക്ക് റിസ്ക് എടുക്കണമെങ്കിൽ ആളെ അത്യാവശ്യക്കാരനാ. ഇവൻ നിന്നെയും കൊണ്ടേ പോകൂ. ഗുഡ് മോർണിംഗ്. ഞാൻ വനജാന്റിയെ കാണാൻ കയറിയതാ, അപ്പോഴാ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. ഇത് രഞ്ജു, എന്റെ ഫ്രണ്ടാ, ജമണ്ടം ഫാഷൻ ഡിസൈനറാണ്. നീ ഇത് ആരെ പരിചയപ്പെടുത്തണേ? ഇവരെയൊക്കെ എനിക്ക് നേരത്തെ അറിയാം. ഫെമിന ഷോയിലെ എന്റെ മെയിൻ ഐറ്റം പ്രസന്റ് ചെയ്യുന്നത് ഈ നന്ദനക്കുട്ടിയാ. ആണോ? ചേട്ടൻ തീരുമാനിച്ചോ? ഇവൻ പണ്ടേ അങ്ങനെ എല്ലാരും ഞെട്ടിക്കുന്ന തീരുമാനങ്ങളെ എടുക്കും. കൺഗ്രാറ്റ്സ്. നിന്റെ ഭാഗ്യം. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു അച്ഛനെ ഇതൊന്നും ഇഷ്ടല്ലാന്ന്? ഓ, അപ്പൊ തനിക്കിഷ്ടാണ്? മതി, എനിക്കത് മതി. സൂസമ്മോ, ഓ ഈ ഭൂമി മലയാളത്തില് മോഡൽ അവൻ മൊഞ്ചുള്ള പെണ്ണൊരുത്തി ഇവള് മാത്രല്ലയോ? ആന്നേ. അപ്പൊ പിന്നെ ഈ ചേട്ടന് കുറ്റം പറയാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. ശ്യാമേ, ഈ പെങ്കൊച്ചിനെ സൂക്ഷിച്ചോ. സൾഫ്യൂരിക് ആസിഡിന് കയ്യും കാലും വെച്ച പോലത്തെ മോതല. മോനെ ഡിസൈനറേ. പപ്പയാ? ആ പപ്പാ. ഓ അത് ശരി. എനിക്ക് കെട്ടുപ്രായമായി നമത്തയച്ചൻ പറയുന്നത്. ആ കാണുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ വല്ല ചോക്ലേറ്റ് പയ്യനും ആണെങ്കിൽ ഞാൻ വരട്ടിയോടും. എന്റെ കോൺസെപ്റ്റ് മത്തയച്ചൻ അറിഞ്ഞൂടാ. എന്നാ കേട്ടോ, മമ്മൂട്ടിയും മോഹൻലാലിനെയും പോലൊന്നും അല്ലെങ്കിലും അത്യാവശ്യം 2 പേര് വന്നാ ഇടിച്ചിടാൻ പറ്റണം. 4 എണ്ണ അടിച്ചാലും നാക്കു കുഴയാതെ നഗരം നഗരം മഹാസാഗരം എന്ന പാട്ട് പാടാൻ പറ്റണം. പിന്നെ ഓ മതിയോ? അപ്പൊ ശരി, ആള് വിട്. മത്തയച്ചൻ എനിക്ക് വേണ്ടി ചെറുക്കൻ ഹണ്ടില്ല. എന്തായാലും പാവം മത്തയച്ചൻ കുറെ വേർക്കും. ഓൾ ദി ബെസ്റ്റ്. വി സപ്പോർട്ട് യു മാൻ. സപ്പോർട്ടോ? ഒരു വാക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? മത്സരിക്കാൻ ശ്യാമിന് താല്പര്യമുണ്ടെന്ന്. പ്രീത, ഇതൊന്നും ഞാൻ സാരമില്ലാന്നേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ വിഡ്രോ ചെയ്തോളാം. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ഒരു സ്ട്രേഞ്ചർ ആയിട്ട് എന്നെ കാണരുത്. പ്രീത, കഴിവറ മോളെ, നീ എന്താടി കരുതിയത്? മിണ്ടരുത്. നിനക്കൊക്കെ സ്വപ്നം കാണാൻ പറ്റാത്ത തറ വേലകൾ കാണിച്ചിട്ടാടി ഞാൻ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. പെണ്ണായി പോയി, ഇല്ല ചുമരന്ന് വടിച്ചെടുക്കേണ്ടി വന്നേനെ നിന്നെ. കൂൾ ഡൗൺ ശ്യാം, ഇതൊരു തമാശയായിട്ട് എടുക്ക്. ഇതിന് മുമ്പുള്ളതല്ല ഞാൻ തമാശയായിട്ടാണല്ലോ എടുത്തത്. ഒരു പുതിയ തമാശ. നോമിനേഷൻ ഞാൻ വിഡ്രോ ചെയ്യാണ്. ഹലോ, മച്ചുവിനെ ചെയർമാനായി കാണാനുള്ള കൊതിയുണ്ടോന്നല്ല. ദേ, ഇവൾക്കിട്ടൊരു പണി.
ഇവിടുത്തെ സകല ശിങ്കാരിയാളും ചേട്ടനെ കണ്ട് മെൽറ്റായി നിപ്പല്ലേ. അപ്പോ ചേട്ടന്റെ ചെലവിൽ ഞങ്ങളുടെ ഒരു ഗോൾ, അത്രേ ഉള്ളൂ. പിന്നെ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഒരേ വേവ് ലെങ്ത് ആണ്, ഇതും ചേട്ടൻ എൻജോയ് ചെയ്യുന്നൊക്കെ കരുതി. സാരില്ല, ചെല്ല്, ചേട്ടൻ പോയി വിഡ്രോ ചെയ്. ഡി, ഇതൊന്നും കണ്ട് മോള് സുഖിക്കണ്ട. നീ നോക്കിക്കോ, ബാലറ്റ് പെട്ടി പൊട്ടുമ്പോ നീ കരയും. ആരാ കരയുന്നെന്ന് നമുക്ക് കാണാം. ശ്യാം വിഡ്രോ ചെയ്യുമ്പോ അപ്പൊ ഡിക്ലെയർ ചെയ്യും ദാറ്റ് ഐ എം യുനാനിമസ്ലി ഇലക്റ്റഡ്. വരൂ ശ്യാം. ശ്യാം വിഡ്രോ ചെയ്യുന്നത് എന്നോടുള്ള താല്പര്യം കൊണ്ടാണെന്ന് അവളുമാര് പറയുമായിരിക്കും. പറയട്ടെ, നമ്മളത് സമ്മതിച്ചു കൊടുത്താ തീർന്നല്ലോ. ഐ എം സോറി പ്രീത, ഞാൻ വിഡ്രോ ചെയ്യുന്നില്ല. സെന്റ് മേരീസ് കോളേജിന് ആദ്യമായിട്ടൊരു ചെയർമാൻ നോമിനേഷൻ കിട്ടിയതല്ലേ, അതുകൊണ്ട് നമുക്കിതൊരു ഫ്രണ്ട്ലി മാച്ച് ആയിട്ട് എടുക്കാം. ശ്യാം, ഓൾ ദി ബെസ്റ്റ്. നീ എന്തിനാ ചാടിക്കേറി വെല്ലുവിളിക്കാൻ പോയെ? ബാലറ്റ് വെട്ടിമുട്ടുമ്പോ കരയും. ഞാൻ ആ സീൻ അവസാനിപ്പിക്കാനുള്ള ഒരു പഞ്ചിന് പറഞ്ഞതല്ലേ. ഈ ചെറുക്കന് ഇത്രയ്ക്ക് ഒരു മൂക്കുന്ന നമ്മൾ ഓർത്തോ? ഏതായാലും കയ്യിന്ന് പോയി. നിന്റെ ഒരു ആഗ്രഹമല്ലേ എന്റെ ചെലവിൽ ഒരു ഗോൾ അടിക്കണമെന്ന്? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ലിപ്സ്റ്റിക്. Dear friends, come on y'all. Everybody please come. ഇവിടെ. Please listen. ഇതാണ് നമ്മുടെ സാരഥി ശ്യാം ബാലഗോപാൽ, നമ്മുടെ KKPP-യുടെ ചെയർമാൻ സ്ഥാനാർത്ഥി. KKPP എന്ന് വെച്ചാ കിട്ടിയാ കിട്ടി, പോയാ പോയി. ഈ കോളേജിന് ആദ്യമായി ഒരു ചെയർമാനെ കിട്ടുവാൻ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും നമ്മുടെ കൺഗ്രാറ്റ്സ്. എന്താ ഇപ്പൊ ഒരു കൺഗ്രാറ്റ്സ്? ശ്യാം പറഞ്ഞില്ലേ ഒരു ഫ്രണ്ട്ലി മാച്ച്, അത് വേണ്ട. കണ്ടു നിൽക്കുന്നവർക്ക് ബോറടിക്കും. ഡിയർ സ്റ്റുഡൻസ്, there's an important announcement. ഫസ്റ്റ് MA ഇംഗ്ലീഷിലെ ശ്യാം ബാലഗോപാൽ ചെയർമാൻ സ്ഥാനത്തേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ചെയർമാൻ കി എവിടെ പോയി പ്രീത ചേച്ചി, എവിടെ പോയി? സ്റ്റോപ്പ്. മോളെ പ്രീതാംബര, നേരത്തെ സ്കൂട്ട് ചെയ്തതുകൊണ്ട് നിന്റെ മാനം പോയില്ല. മത്സരിച്ച് തോക്കാനും വേണം ചക്കരയെ ഒരു യോഗം. മോളെ പ്രീത മോളെ, പ്രീത മോളെ. അന്നമ്മേ, കൊള്ളാം. മോനെ കൊള്ളിക്കല്ലേ. ഓ, തോറ്റു. ഇപ്പോഴാടി നീ പെണ്ണ്. അതെന്റെ മീശ എടുത്തോണ്ട് തോന്നുന്നു. ചേട്ടന്റെ ആഗ്രഹപ്രകാരാണോ ഇങ്ങനൊരു പരീക്ഷണം? അല്ല, ആയാലും കുഴപ്പമില്ല. പക്ഷെ ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ലൈൻ വലിക്കണ്ട, ഞങ്ങളും കൂടെ അറിഞ്ഞോണ്ട് മതി. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇതുമാതിരി നല്ല വേഷത്തി ഈ മുതലിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ കയ്യിന്ന് കാശെടുത്ത് വാങ്ങിച്ചു കൊടുക്കണം. ഞങ്ങളുടെ നിസ്കണ്ട. പൊടി. മോനെ ശ്യാമു, എന്നെ കെട്ടാൻ മോഹിച്ചു വരുന്ന ഒരുത്തന്റെ കണ്ണിലൂടെ നോക്കിയിട്ട് നീ പറ, എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാ ഈ കോലത്തിൽ പൊക്കിയെടുത്ത് വനജ ടീച്ചറിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയ എപ്പ വിളക്കെടുത്തു ചോദിച്ചാ മതി. അയ്യേ, അവരാട്ടായിപ്പാ. എടി ഉണ്ടപ്പക്രു, ഞങ്ങള് കാണുന്നുണ്ട് ഇതുവരെ കാണാത്തൊരിളക്കം. ഉവ്വടി, ഞാൻ ഇത്തിരി ഇളക്കത്തില്ല. എന്റെ മത്തായച്ചൻ വിളിച്ചു പറഞ്ഞപ്പോ തുടങ്ങിയതാ. മത്തായച്ചൻ എന്ത് പറഞ്ഞു? എനിക്ക് വേണ്ടി കണ്ടുവച്ച ഒരു ചൊങ്കൻ ചെക്കൻ ഇന്നെന്നെ കാണാൻ വരുന്നു.
അതിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാ. വൈകിട്ട് 3:30 ഗാർഡൻ റെസ്റ്റോറന്റില്. ഓക്കെ മക്കളെ, നിങ്ങളെല്ലാം വേണം ഒരു മോറൽ സപ്പോർട്ടിന്. അതെ, വൈകിട്ട് എനിക്ക് പറ്റില്ല. ഫ്രണ്ട്സിന്റെ കൂടെ ഒരു സ്ഥലം വരെ പോണം. ആ മുങ്ങല്ലേ, അതൊക്കെ ഇത് കഴിഞ്ഞിട്ട്. പിന്നെ ഫ്രണ്ട്സിനെ വിളി, മാർക്കിടാൻ ആള് വേണ്ടേ? വാടി, സംഭവത്തിനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കണം. ഈ പെണ്ണ് കാണണമെന്ന് പറഞ്ഞ ഒരു പരീക്ഷണമാണ്, പതറരുത്. അതിനിവിടെ ആര് പതറി? അത് അന്നമ്മേനെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഇന്നാണെങ്കിലും ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ മോളെ, പയ്യൻ കാണാൻ കൊള്ളില്ലെങ്കിലും നിന്നെ പോലെ, പക്ഷേ ഉള്ളു നന്നായിരിക്കും. കാണാൻ നല്ലതാണെങ്കിൽ ഇവനെ പോലെ ഉള്ളു. ചെറുക്കനെത്തിപ്പോയി. ഹലോ, എവിടെയാ? ഹായ്, ഐ എം മാനുവൽ എബ്രഹാം. മനു എന്ന് വിളിക്കും. പപ്പ പറഞ്ഞിരുന്നു. ഇരിക്കൂ. തന്റെ അപ്പിയറൻസിന് ചേർന്നതല്ല ഈ നാണം. സാരി എനിക്ക് ഇഷ്ടം. പപ്പ പറഞ്ഞു ഇന്ന് മോഡേൺ ആവാൻ. ചായയോ കോഫിയോ? പാലും വെള്ളം മതി. ഒരു കോഫി. കേക്കട്ടെ. ഹസ്ബൻഡിനെ കുറിച്ച് എനിക്ക് ചില കോൺസെപ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. മക്കരുത്. എന്ത്? മദ്യപിക്കരുത്, വീടി വലിക്കരുത്, വൈകിട്ട് 5 മണിക്ക് വീട്ടിൽ വരണം. പിന്നെ എന്നെയും മക്കളെയും പൊന്നുപോലെ നോക്കണം. ഹലോ, ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആള് വേണോ? അവരാരാ? എന്റെ ഫ്രണ്ട്സാ, ചേട്ടനെ കാണാൻ വന്നതാ. ഹായ്, ഐ എം ശ്യാം. ഹലോ. ഇടയിൽ കരുതി ക്ഷമിക്കണം, വയ്യാത്ത കുട്ടിയാ, അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അയ്യോ, വെള്ളം മസ്തിഷ്കത്തിൽ കയറി. സംസാരിച്ചോണ്ടിരിക്ക. എനിക്കിഷ്ടായി. അത് ചോദിച്ചില്ല, ഇപ്പൊ ചോദിക്കാം. എന്നെ ഇഷ്ടായോ? ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, സീ യു. ഒരു ചേഞ്ച് നല്ലതാ. മാഡം പറഞ്ഞതുപോലെ ഈ ആൺതരി തന്നെ നയിക്കട്ടെ. ഇത്തവണ ചാമ്പ്യൻഷിപ്പ് കിട്ടുമെന്ന് അറിയാലോ. 7 വർഷത്തിന് ശേഷമാ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റ് എറണാകുളത്ത് നടക്കുന്നത്. ശരിക്കൊന്ന് ഉത്സാഹിച്ച ചാമ്പ്യൻഷിപ്പ് നമുക്ക് പിടിക്കാം. ഇവൻ ഇതെന്തറിഞ്ഞിട്ടാ? ഇത്തവണ പ്രീത തന്നെ മതിയെന്ന എന്റെ അഭിപ്രായം. ദേ, നമുക്ക് ആവശ്യത്തിന് ഫണ്ടുണ്ട്. കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ പുറത്തുനിന്ന് ആരെ വേണമെങ്കിലും ശ്യാമിന് കൊണ്ടുവരാം. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ആണായിട്ട് ഒരുത്തം വന്നു കയറിയതിന്റെ കേട് ഇതുവരെ തീർന്നില്ല. മറിയ, ഓ, അപ്പോ അത് തീരുമാനമായി. ഓക്കെ. മോനെ ദിനേശ, വൈകിട്ട് എന്താ പരിപാടി? ഞാൻ ഫ്രീ ആണ്. എന്താ? എങ്കിൽ നമുക്ക് രണ്ടാക്കും വൈകിട്ട് ഒരിടം വരെ പോകാം. പിന്നെന്താ? ഏതാ സ്ഥലം? സിറ്റി ദർബാർ. ഓ ഷുവർ. അല്ല, സിറ്റി ദർബാർ കുറച്ച് ക്രൗഡഡ് ആയിരിക്കില്ലേ? നമുക്ക് വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയാലോ? എന്തിന് ചേട്ടാ? ഞങ്ങള് പ്ലാന്റേഴ്സിന്റെ ആനുവൽ മീറ്റ് ഉണ്ടെന്ന് സിറ്റി ദർബാറിൽ. എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. കൂട്ടത്തിൽ എന്റെ മത്താച്ചനോട് ഒരു ചീസും പറയാം. അത് ശരി, ഡ്രോപ്പ് ചെയ്യാനാ? പിന്നെ ചേട്ടൻ എന്താ വിചാരിച്ചേ? ഒന്നുമില്ല. അപ്പോ വൈകിട്ട് കാണാം. മത്തായിച്ചന്റെ ഒരു കാര്യം, ഈ ചരിത്ര നാടകത്തിലെ ഡ്രസ് അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല വാങ്ങിത്തരാൻ. ഇതിട്ടിട്ട് എനിക്ക് ഇക്കിളിയാവുന്നു. ഓ പിന്നെ, ജീവിതകാലം മുഴുവനും നീ ജീൻസ് ടോപ്പ് അല്ലേ ഇടാൻ പോണേ? എടി, ഇതൊരു പാർട്ടിയാ. ഹലോ ശ്യാം. ഹലോ. അതെ, നിങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഇതുവരെ ഒന്ന് നേരി കാണാൻ സാധിച്ചില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര പെട്ടെന്ന് എങ്ങനെ കീഴടക്കി ഈ ആഫ്രിക്കൻ കൺട്രിയെ? മക്കളെ. ഓ, അത് ശരി. ഹലോ അവറാച്ച. മോളെ, ഇത് എബ്രഹാം, ഞങ്ങളുടെ അവറാച്ചൻ. ഹായ് അങ്കിൾ. ഇതെന്റെ മോള് അന്നക്കുട്ടി. ഇത് ശ്യാം, ഇവളുടെ ഫ്രണ്ട്. ഹലോ. ഹലോ. റോസി, ഇനി വന്നേ.
ഈ കൊച്ചിനെ അറിയോ നീ? ഈശോയെ, അന്നക്കുട്ടിയല്ലേ ഇത്? കേറി അങ്ങ് വലുതായെങ്കിലും ചായ പഴയത് തന്നെ. മോളെ മനസ്സിലായ നിനക്ക്? മോളുടെ മമ്മിയുടെ ഫ്രണ്ടായിരുന്നു. ഓ, റോസി ആന്റി. എങ്ങനെ മനസ്സിലായി? അങ്ങേര് കേറി വിളിച്ചപ്പോ മനസ്സിലായി. എന്നതാ ഒരു സ്വകാര്യം? അധികം കഴിക്കണ്ടെന്ന് പറയായിരുന്നു. മിടുക്കി. മത്തായിച്ചൊരു നിയന്ത്രണമൊക്കെ ആവശ്യ. എന്ത് നിയന്ത്രണം അങ്കിൾ? ഞാൻ ഹോസ്റ്റലിലേക്ക് പോയാ കോഴി കൂവണന് മുമ്പ് കോട്ട തീർക്കും. ഞാൻ ഉള്ളപ്പോഴാണെങ്കിലോ എന്റെ കണ്ണ് തെറ്റിയ അപ്പ കട്ടുപിടിക്കും. ചേട്ടൻ ഇവിടെ പതുങ്ങി നിൽക്കുവാ? അല്ല, അത് ഞാൻ ഇറങ്ങാണ്. അത് ശരിയാവില്ല. ശ്യാമിനോട് മത്തയച്ചനെ കൊണ്ട് ചേർസ് പറയിപ്പിച്ചിട്ട് ഞാൻ വിടും. വാ 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 വാ. ഹലോ. ഡ്രസ് കലക്കി. എന്റെ കർത്താവേ, ഇനി നീ എന്നെ വിളിച്ചാലും വേണ്ടിയില്ല. എന്റെ പൊന്നു മോൾ ഇതുപോലെ വാല് മുറിഞ്ഞു നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാ. നിനക്ക് എന്ന് മുതലാ മോളെ വിക്ക് തുടങ്ങിയത്? പൊന്നു മോളെ, നീ എന്റെ മോനെ പേടിപ്പിച്ചു കളഞ്ഞു. ഹേയ് ആൻഡ് റിലാക്സ്. കാണാൻ വരുമ്പോ താൻ എന്തെങ്കിലും ഒപ്പിക്കുന്ന അങ്കിൾ പറഞ്ഞെങ്കിലും അന്ന് ഞാൻ വരണ്ടുപോയി. മത്തായിച്ചോ, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ മേല. മനസ്സുയോദ്യവും കല്യാണമൊക്കെ ഇപ്പൊ നിശ്ചയിക്കണം. ഇനി എന്തിനാന്ന് മനസ്സുയോദ്യം? എന്റെ മോക്ക് ഇവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇവനും അവളെ ഇഷ്ടമായി. ഇനിയൂടെ ആർക്കാ ഇഷ്ടം? ഞാനോടെ ഒന്നിക്കാം. അങ്ങടുത്ത് ഇനി ചെറുക്കനും വേണം. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പപ്പ? പെണ്ണ് കാണൽ ഉഴപ്പിയപ്പോ അത് നിന്റെ കുസൃതിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അതങ്ങനെയല്ല, ശരിയല്ലേ? ശരിയാണോന്ന് ചോദിച്ചാ ആരാ കക്ഷി? ശ്യാം. പപ്പയോട് പറയാൻ മാത്രം എന്തെങ്കിലും ആയിന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ കുറച്ചു ദിവസമായി ഞാൻ ഡിസ്റ്റർബ്ഡാ. അവനോട് എനിക്ക് എന്തോ അതിനെ ഇഷ്ടമെന്നൊക്കെ പറയാവോ? അങ്ങനെയും പറയാം. എന്തോ ചിലപ്പോ വേറെ ഒരു ഇൻഫാച്വേഷൻ ആയിരിക്കും. അങ്ങനെയാവാം. മത്തായിച്ച എന്തെങ്കിലും ഒന്ന് തീർത്ത് പറ. ആവാമായിരിക്കാം. ഒരുമാതിരി കാലാവസ്ഥ പ്രവചനക്കാരെ പോലെ. അവന് തിരിച്ചെങ്ങനെയാ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അവൻ പറഞ്ഞിട്ടുമില്ല. ഇല്ല. പ്ലീസ് കളിയാക്കല്ലേ. ഓ കഷ്ടം, എന്റെ മാനം കളയാൻ നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാടി. നീ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനെ കുത്തിന് പിടിച്ചു നിർത്തി എടാവേ തന്നെ എനിക്കിഷ്ട എന്ന് പറയൂന്നായിരുന്നു എന്റെ വിശ്വാസം. എവിടെ? എന്നിട്ട് പാതിരായ്ക്ക് മോന്തയും വേർപ്പിച്ചിരുന്ന് ചാനല് മാറ്റി കളിക്കുന്നു. നീ ആരടി? സീരിയലിലെ നായികയോ? എന്റെ അന്നക്കുട്ടി, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നണം. പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ മോശമായ രീതിയിൽ ബാധിക്കാൻ പാടില്ല. പപ്പ ഒന്ന് പറയാം, ആണുങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ ഒരു പാസിംഗ് ഫാൻസിയാ. സംശയമുണ്ടോ? ഉണ്ട്. എടി അന്നാമ്മേ, നിനക്ക് അവനോട് താല്പര്യമാണെന്ന് അറിഞ്ഞിട്ടാവരുത് അവന് നിന്നോട് ഇഷ്ടം തോന്നാൻ. അവനാവണം അതാദ്യം നിന്നോട് പറയേണ്ടത്. പറഞ്ഞാൽ നിന്റെ ഇഷ്ടം ഞാൻ അംഗീകരിക്കും. മറിച്ച് സംഭവിച്ചാലോ? പപ്പയ്ക്ക് തീരുമാനിക്കാം ബാക്കി എന്തും. ശ്യാം, ഹലോ ശ്യാം. അവള് കിടന്നു. സന്തോഷ വാർത്ത അറിഞ്ഞില്ലേ? കല്യാണം ഉറപ്പിച്ചു. നല്ല പയ്യനാ. ഇനി എന്റെ മോളായിട്ട് അവനെ ചീത്തയാക്കായിരുന്നാ മതി.
അപ്പോ എല്ലാവിധ സഹകരണങ്ങളും അഡ്വാൻസ് ആയിട്ട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. എന്താ ഒരു അഭിനയം, ഭരത് ഗോപി മാറി നിൽക്കും. നിന്റെ അല്ലേടി അപ്പൻ. ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെയൊക്കെ സ്വപ്നഭൂമിയായ സെന്റ് മേരീസ് വിമൻസ് കോളേജിൽ കാലുകുത്തുവാനും അവിടത്തെ തങ്കക്കുടങ്ങളെ വിവിധ കലാപരിപാടികൾ പഠിപ്പിച്ച് യുവജനോത്സവത്തിൽ സജ്ജരാക്കാനും നമുക്ക് അവസരമുണ്ടാക്കി തന്ന ഈ ശ്യാമിനോടുള്ള മുടിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ യൂത്ത് ഫെസ്റ്റിന്റെ പേരിൽ കള്ളടിച്ച് കുന്തം അറിയാൻ ഇങ്ങനെ ഒരു ഹോട്ടൽ മുറി സെറ്റപ്പ് ഒരുക്കി തന്നതിന് ശ്യാമിനോടുള്ള ചിയേഴ്സിൽ കുതിർന്ന നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ തനിക്ക് നാടകം വല്ലതും അറിയാമോ? 2 തവണ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു മാഷെ, 1 തവണ കലാപ്രതിഭ. നോണെങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നാൽ താൻ തന്നെ സംവിധായകൻ. ചവിട്ടു നാടകം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും. പെമ്പിള്ളാര് ചവിട്ടി കലക്കും. അപ്പൊ പിന്നെ എന്റെ റോൾ എന്താ? നീ അസിസ്റ്റന്റ് ഡയറക്ടർ, ഞങ്ങൾക്കൊക്കെ ചായ കൊണ്ട് തരുന്ന ആൾ. രംഗനിയന്ത്രണം ഞാനാണ്. അതെ, കത്തം വലിക്കുന്ന ആൾ. എന്താടാ ശ്യാമ ഒരു ഉഷാറില്ലാത്ത? ഏയ് ഒന്നുമില്ല. എടാ മതിയടാ, ഇപ്പൊ തന്നെ കൊറേ ആയി. ഒന്ന് പറ പാപ്പ. നിന്റെ വിഷമം എന്താണെങ്കിലും പറ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. ഇല്ല, അവളില്ലേ, അവളുടെ കല്യാണം ഉറപ്പിച്ചു. ലെവള് ആ ആൻ മാത്യൂസ്. അതിന് നിനക്കെന്തത്ര വിഷമം? ഹാ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവളുടെ ഒരു നേച്ചർ. അവൾക്ക് പറ്റിയ ഒരുത്തിനൊന്നും അല്ലെന്നേ ആ മാനുവല്. അവള് ഭയങ്കര ഡിപ്രസ്ഡാ. അവളുടെ ഡിപ്രസിയേഷൻ നമുക്ക് മാറ്റിയാലോ? ഒരൊറ്റ വഴിയുള്ളൂ, അവനെ വീട്ടിൽ കയറി 2 എണ്ണം പൊട്ടിക്ക. പൊട്ടിക്കേ? അതൊന്നും വേണ്ട. നിന്റെ സ്റ്റൈൽ ഓപ്പറേഷൻ ഈ കേസിൽ വർക്കൗട്ട് ആവൂല. ഞാനൊരു സ്മൂത്ത് ആയിട്ടൊരു അപ്രോച്ച്. ഓക്കെ ഓക്കെ. കല്യാണം കലക്കാൻ പോകുമ്പോ കണ്ടാൽ മാന്യൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാൾ വേണം. നീ വാ. ഞാനില്ല. വേണ്ട, നീ വരണ്ട. പപ്പാ തൂക്കിയെടുത്ത് വണ്ടിയിലിട്. അല്ല, ഞാനില്ലാഞ്ഞിട്ടാ. വേണ്ട, ഇതൊക്കെ മോശാട്ടോ. അതും ഈ നട്ടപ്പാതിരാക്കി. മോനെ പോക്ക് മാത്രമുള്ള നട്ടപ്പാതിരാക്ക്. തിരിച്ചു വരുമ്പോ നേരം വിളിക്കും. അന്ന് അങ്ങനെ അവര് പോലീസിനെ വിളിക്കും. പോലീസ് കൊണ്ടുപോയ ജാമ്യക്കാര് വരുന്നവരും ജെട്ടിപ്പുറത്ത് നിർത്തും. ജെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇട്ടിട്ടില്ലെങ്കിൽ പോലീസുകാർ പറയും അയ്യെന്ന്. ബാബാ, ഇതെന്താ ബാലക്കാരന്റെ വീടാ? ഗേറ്റിന് കിരീടം വെച്ചേക്കണ്. അതെ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കുയ്യാ മതി, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോക്കോളാം. പോവാനൊന്നും പറ്റില്ല, തൊണ്ടടിച്ചിരിക്കുക. അവന് ഇന്നൊന്നിട്ട് പൊട്ടിക്കേണ്ടവരോടാ. അഹങ്കാരിയാണ്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? വീട് കണ്ടില്ലേ? ഈ കാശ് വല്ല പാവങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അവര് കള്ളുപിടിച്ചു കൊടുക്കുന്നില്ലേ? എനിക്ക് ഈ മിണ്ടിയും പറഞ്ഞൊന്നും ശീലമില്ല. ഈ തൊട്ടും തോണ്ടിയൊക്കെ പരിചയമുള്ളൂ. ഡയലോഗ് ഞാൻ ഓപ്പൺ ചെയ്യും, ബാക്കി നീ കൊണ്ടുപോയിക്കോണം. അത് ശരി, നീ ഓപ്പൺ കൊണ്ട് ഇങ്ങാതെ വന്നാ അപ്പൊ സോഡ് ഓപ്പൺ ചെയ്യാൻ ചെയ്യും. ഓടാ. പള്ളിപ്പെരുന്നാള് പോലെ വിളിച്ചും ഈ കാശ് വല്ല പാവങ്ങൾക്ക് ദാനം ചെയ്താല് അവരൊരു നേരങ്ങൾ ചീട്ട് കളിച്ച് കളയൂലേ? ആ, എന്നെ മനസ്സിലായില്ലേ? നമ്മള് കണ്ടിട്ടുണ്ട്. ഞാൻ ശ്യാം. ദിസ് ഇസ് മൈ ഫ്രണ്ട് പപ്പൻ. അല്ല, എന്താ ഈ നേരത്ത്? പറയാം, വന്നേ. എന്നതാ? ആരാ ഇവരൊക്കെ? ഹലോ അങ്കിൾ, എന്നെ മനസ്സിലായില്ലേ? നമ്മളൊന്ന് പാർട്ടിയില് പപ്പ അങ്കിള് നല്ല വീശാണ് കേട്ടാ. എന്നതാ കാര്യം? ഞങ്ങളൊരു സീരിയസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നത്. ഈ പാതിരാക്കാം. പാതിരാത്രി പറയേണ്ടത് പാതിരാത്രി പറയണം, പുലർച്ചെ പറയേണ്ടത് പുലർച്ചെ പറയണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ, പറയേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ടാത്ത നേരത്ത് പറഞ്ഞില്ലെന്ന് പറയും. പറയില്ലേ? അതൊക്കെ പോട്ടെ, ഏതാ ബ്രാൻഡ്? മറന്നു അല്ലേ? പെറ്റ തള്ളയെയും കുടിച്ച കളിനെയും മറക്കരുന്നാണ് ശാസ്ത്രം. താനേതാ? എന്തിന്? നാളെ നിങ്ങൾ എന്നെയും മറന്നു എന്ന് പറയില്ലേ? പറഞ്ഞാലും മനസ്സിലാവും. 4 എണ്ണം അടിച്ചിട്ട് നാക്ക് കുഴയാതെ നഗരം നഗരം മഹാസാഗരം എന്ന് പാടാൻ പറ്റുമോ? ഞാൻ മദ്യപിക്കാറില്ല. പറ്റില്ല. സ്നേഹം കൂടുമ്പോ ഭാര്യയെ തൂക്കിയെടുത്ത് സിനിമയെ കാണുന്ന ഡാൻസ് കളിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്, നടുവുളുക്കും. എന്നതാടാ ഇത്? കള്ളും കുടിച്ചേച്ച് വാലും തലയില്ലാത്തൊരു വർത്താനം. പപ്പ, ചേട്ടന്റെ പേരും പപ്പർന്ന, എന്റെ പേരും പപ്പർന്ന, സെയിം പിച്ച്. പപ്പ ഒന്ന് ചുമ്മാരി. എനിക്കറിയാം ഇവരെ, ആന്റെ ഫ്രണ്ട്സാ. അതാണ് പ്രശ്നം. മാൻ മാത്യൂസ്. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇതാണ് ആൻ മാത്യൂസിന്റെ ഭർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഇതൊന്നും തന്നെ പോലൊരു മണഗുണാഞ്ചനെ കൊണ്ട് പറ്റൂല എന്ന് അവക്കറിയാം. പറ്റും. ഇവന്
ഇവര് തമ്മിൽ മുടിഞ്ഞ പ്രേമല്ലേ? അതറിയാത്തതായി ആകെ 2 പേരേ ഉള്ളൂ. അത് നിങ്ങ 3 പേരാ. അമ്മ ഒന്നും ഞാൻ കണ്ടില്ല, എണ്ണം തെറ്റിപ്പോയി. ഇത് അവളുടെ വീട്ടിലറിയോ? ആ അറിയാം. ഓ, നീ ഇതൊന്നും വിശ്വസിക്കണടാവേ. വേണ്ട, വിശ്വസിക്കണ്ട. പക്ഷെ പള്ളിയിൽ വിളിച്ചു കൊല്ലുമ്പോ നിന്നെ ഇഷ്ടമല്ല എന്നവള് പറയും. ഞാൻ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. കാരണവരെ വെറുതെ റിസ്ക് എടുക്കണോ? പാപ്പാ, ഈ പപ്പനെ വാടാ. എന്നേന്ന് നഗരം നഗരം മഹാസാഗരം ഇവിടെ ഇരിക്കണ പോണ്ടേ? വാ പോവാൻ വരട്ടെ. സത്യം പറ, അവക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായതുകൊണ്ട് മാത്രമാണോ നീ ഇത് കലക്കാൻ നോക്കിയത്? പിന്നല്ലാതെ. അല്ലാതെ നിനക്കവളെ ഇഷ്ടായതുകൊണ്ടല്ല. അയ്യോ, ചോദിച്ചതല്ലേ ഉള്ളൂ. കൊല്ലും ഞാൻ വേറെ ഒരാള് അറിഞ്ഞ. അപ്പൊ സംഗതി അത് തന്നെയാണല്ലേ? ആ, അത് തന്നെ. എന്താ, എനിക്കൊന്നും ആയിക്കൂടെ? അല്ല, നീ ഇത് അവളോട് പറഞ്ഞിട്ടുണ്ടാ? ഓ ഇല്ല. ഞാനിത് എങ്ങനെ പറഞ്ഞാലും ഒരു പൈങ്കിൾ ടച്ച് വരും. അവളുടെ സ്വഭാവം അറിയാലോ, എന്റെ വാല് മുറിയും. ഇതാവുമ്പോ സേഫാ. മാനുവലോ അവന്റെ അപ്പനോ അവളെ ഇപ്പൊ തന്നെ വിളിച്ച് കാര്യം പറയും. ഒരു ചമ്മലിന്റെ ചെലവില്ലാതെ അവള് കാര്യം അറിയുകയും ചെയ്യും. എങ്ങനുണ്ട് മച്ചു? നീയാണ് പുലി. വാ കേറ്. ആ, അവിടെ നിൽക്ക്. സത്യം പറഞ്ഞിട്ട് പോയാ മതി. എന്ത് സത്യം? എടാ, നീ ഞങ്ങൾക്ക് കള്ളും മേടിച്ചെന്ന് ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നിന്റെ ഷോയ്ക്ക് ഒരു മോഡലിനെ കിട്ടാൻ വേണ്ടി മാത്രമാ. ഓ അളിയാ, നീ ഇതെപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. നിന്റെ ഊഹം ശരിയാ. നിനക്ക് പോലും ഇത് മനസ്സിലായി, എന്നിട്ടെന്താ അവക്ക് ഇത് മനസ്സിലാവാത്തെ? പിന്നെ ഈ ചള്ളു പിള്ളേരെ പോലെ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ നടക്കുന്ന എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നാലെ നടക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? അതാണ് ഈ ഫെമിനാ ഷോ. കള്ള ഡിസൈനറേ. ആ കോഴി കൂവി. കാമുകന്മാരും ഒന്ന് വണ്ടി കയറി. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇതാണ്. അത് ഇതല്ലാതെ മറ്റേതാണ്? ഓ, കാല് കുത്തിയില്ല, അതിനുമുമ്പ് ഒലിപ്പീര് തുടങ്ങി. എടാ, നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ കണ്ടിട്ടില്ല. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെ കയറിയൊന്നും വല്ല കന്നന്തിരവും കാണിച്ച ചവിട്ടി ഞാൻ പുറത്തറിയും എല്ലാത്തിനും. പിന്നെ ആ എത്തിയോ? ഞങ്ങൾ ഒരു വണ്ടി ആർട്ടിസ്റ്റുകളെ പ്രതീക്ഷിച്ച. മെയിൻ വണ്ടി പുറകെ വരുന്നുണ്ട്. ഇയാളോ? അതെ അതെ, ഇവനാണ് നാടകം സംവിധാനം ചെയ്യുന്നത്. കാണുന്ന പോലൊന്നുമല്ല, അനുഗ്രഹീത കലാകാരൻ, പഴയ കലാപ്രതിഭ. കാര്യമൊക്കെ ശരി, ഈ മുതലിനെ ആദ്യം പറഞ്ഞു വിടും. ആദ്യം ഫെമിനാ ഷോ, ഇപ്പൊ നാടകം. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. ഇവന്റെ അമ്മ വനജാന്റെ നിർബന്ധിച്ച ഞാൻ എന്ത് ചെയ്യും? നന്ദനയോടാണ് ചോദ്യം. എന്റെ വക ഞാനും ഉറപ്പ് തരുന്നു, യൂത്ത് ഫെസ്റ്റ് കഴിയുന്നവരെ ഫെമിനാ ഷോയുടെ കാര്യം ഇവൻ മിണ്ടില്ല. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ കുട്ടി കൈയൊന്നും നീട്ടിയേ. എന്തിനെ? സത്യം ചെയ്യാൻ. സ്പർശനേ പാപം ദർശനേ പുണ്യം എന്ന് സംസ്കൃതത്തിൽ വായിച്ചിട്ടില്ലേ? ദേ, ഇതേ പെശക് സ്ഥലമാണ്. എല്ലാവരും സ്വയം സൂക്ഷിച്ചോളണം. നമ്മളൊക്കെ ചെറുപ്പോ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും മുള്ളിനാണ് കേട്, മോനൊടിഞ്ഞു പോവും. എന്താ ഒരു കൺഫ്യൂഷൻ? ഞാനേ ഒരു പൊതു തത്വശാസ്ത്രം പറഞ്ഞതാ. നിനക്കറിയാവോ, 17 തികയാത്തൊരു പാൽക്കാരൻ പയ്യനെ 5 പെമ്പിള്ളാര് കൂടെ ബലാത്സംഗം ചെയ്തു കൊന്ന സ്ഥലമാണ്. എന്നെ നശിപ്പിക്കല്ലേ, എന്റെ ചാരിത്രം എന്നെ ഒരു സഹോദരനായിട്ട് കാണൂ. എന്താ? ഒരു സംശയമുണ്ടേ, നിങ്ങളുടെ ഹോസ്റ്റലിൽ പാല് സപ്ലൈ ചെയ്യുന്ന ആരാ? അതെന്തിനാ പറയണേ? എനിക്ക് അതിന്റെ ബിസിനസ് തുടങ്ങിയ കൊള്ളാൻ ആഗ്രഹമുണ്ടേ. നല്ല ലാഭമാണ്. പേപ്പറിൽ വെച്ചിട്ടില്ലേ മിൽമ ലാഭത്തിൽ നിന്ന്. എല്ലാവരും പണിയായുധങ്ങളൊക്കെ എടുത്തോ. ചണ്ടമൃതങ്കം തിരുവാതിരൈ കൈവിടല്ലേ അമ്മച്ചി, വീണ ഉടയും. ഇനി ഒടയാനൊന്നുമില്ല മോനെ. ആടുമോടക്കുഴലും പൂത്തിലഞ്ഞിയുടെ തണലും മണവും നിന്റെ വേണുഗാനവും ഞാൻ ഓർത്തു വെക്കും. ദൃണ്യതയില്ല. അങ്ങനെയല്ല കുട്ടി, നിന്റെ വേണുഗാനവും ഞാൻ ഓർത്തു. അതതിലും പോറ്. കുറച്ചുകൂടെ അലമ്പാക്കിയ ഇവളെ സീരിയൽ എടുക്കാം. രമണനും ചന്ദ്രികയും പിരിയാൻ തീരുമാനിച്ചിരിക്കുന്ന മുഹൂർത്തമാണ്. ഒന്ന് ഫീൽ ചെയ്ത് പറ. പെണങ്ങണ്ട മോളെ, എന്നും ശ്രദ്ധിക്ക്, ഞാൻ കാണിച്ചുതരാം. കണ്ടോ? ും പൂത്ത ഉലഞ്ഞിട മടലും നിന്റെ വേണുനാഗവെള്ളിയും തോർത്തിക്കൊണ്ടേയിരിക്കും.
എന്റെ കുഴപ്പമില്ല, ഇത് നാടകത്തിന്റെ സ്ക്രിപ്റ്റാ അല്ലെ കസായക്കുറിപ്പ് ആറിലോടെ കുറുന്തോട്ടും പേരും താനെ സ്ക്രിപ്റ്റ് ചെയ്തേക്കണം. സ്ക്രിപ്റ്റ് പോരാ, സ്ക്രിപ്റ്റും പേരുമില്ല, മുഹൂർത്തമില്ല. ഇന്ന് പാലിന് മുപ്പിനും മുഹൂർത്തം അതെങ്കിലും വേണ്ടേ നാടകത്തില്? ഹലോ, ഒതുക്കത്തിൽ നിന്ന് സീൻ പിടിക്കുകയാണല്ലേ? ഞങ്ങളിവിടെ തിരുവാതിര. നടക്കട്ടെ നടക്കട്ടെ. കുട്ടി ആദ്യം ഡയലോഗ് പഠിക്കും. എവിടെ ഡയലോഗ്സ് മാത്രം ഒന്ന് റഫായിട്ട് നോക്കിക്കഴിഞ്ഞാ പിന്നെ ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. കല്യാണം പ്രമാണിച്ച് നീ വീട്ടു തടങ്കിലാന്നാ ഞങ്ങള് കരുതിയേ. വീട്ടു തടങ്കല്ലോ? ഞാനെന്താ ആരുടെങ്കിലും കൂടെ ഒളിച്ചോടാൻ പോവാ? അത്യാവശ്യത്തിനൊന്ന് ഒളിച്ചോടിയാലും ഞങ്ങൾ ആരും കുറ്റം പറയില്ല. ആഹാ, ഇതിനെയും കെട്ടിയെടുത്തിട്ടുണ്ടോ? അതെ, തീരെ സമയം ഉണ്ടായിട്ടല്ല, പിന്നെ എല്ലാരും നിർബന്ധിച്ചപ്പോ. അതെ, അന്നമ്മേനെ കണ്ടിട്ടാ ഞങ്ങൾ ഈ നാടകം പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പപ്പ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ആടും ഓടലോടകവും വേണുനാഗവള്ളിയും നെടുമുടി വേണു. വരട്ടെ വരട്ടെ. നാടകം തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ശ്യാമുമായിട്ടൊരു ഡയലോഗുണ്ട്. ഞങ്ങള് മാറിത്തരണ? വേണ്ട, ഞങ്ങള് മാറി നിന്നോളാം. ചേട്ടൻ വന്നേ. എന്താ മുളക് കടിച്ചോ? ഏയ്, പെട്ടെന്നൊരു ഐഡിയ കിട്ടി. വല്ല കാണാപ്പുളി അടിയായിരിക്കുള്ളൂ, അല്ലാതെ ഈ തലയിൽ എന്ത് വരാനായിട്ട്. ആ നിമി എന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. ശ്യാം മാനുവലിനെ കണ്ടിരുന്നോ? നമുക്ക് പിന്നെ സംസാരിക്കാം. അവിടെ റിഹേഴ്സല്. മാനുവലിനെ കണ്ടിരുന്നോ? ആ, കണ്ടിരുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? നമ്മൾ തമ്മിൽ പ്രേമമാണെന്നോ? ആണോ? ഇത് എന്ന് തുടങ്ങി? എടി പോത്തെ, ഞാൻ നിന്നെ സേവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. അത് നിനക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം പ്രൊസീഡ് ചെയ്യുന്നു കേട്ടപ്പോ അങ്ങനെ പറയാനാ എനിക്ക് തോന്നിയത്. ഇയാളോട് ഞാൻ പറഞ്ഞോ എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലെന്ന്? അതെ, എന്റെ കാര്യത്തിൽ ഇടപെടുമ്പോ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. ഓ സോറി, ഒരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ തന്നെ പോയ മണഗുണാഞ്ചനോട് പറഞ്ഞേക്കാം ഒക്കെ ഒരു നുണയായിരുന്നു. പോരെ? മര്യാദക്ക് സംസാരിക്ക്. ഞാൻ കെട്ടാൻ പോണ ആളാ. അയാൾക്ക് നല്ലൊരു പേരുണ്ട്, മാനുവൽ. വേണമെങ്കിൽ മനുവായിട്ടാന്ന് വിളിച്ചോ. ഒരു മാനുവലും ഓട്ടോമാറ്റിക്കും അവളുടെ. ഓ എടാ പൊട്ടൻ ചങ്കരാന്തി, ഇഷ്ടമാണെന്ന് നിന്റെ വായിന്ന് തന്നെ കേൾക്കാൻ വേണ്ടിട്ടാണ് അവള് ചോദിച്ചത്. അപ്പഴാ നിന്റെ ഒരു മുടിഞ്ഞ നമ്പർ. ആണോ? അയ്യോ, എനിക്ക് മനസ്സിലായതേ ഇല്ല. പാവം. അവളെ ഇപ്പൊ ശരിയാക്കി തരാം. ആ ശരി. വാ 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 നോക്കാം. നിക്ക്, ഈ ഡയലോഗ് ഒന്ന് പഠിക്കട്ടെ. പഠിക്കണ്ട, കണ്ട പെണ്ണാണെന്ന് തോന്നുന്ന ആരെങ്കിലും വേണം നായികയായിട്ട്. ഇത്രയും കാലം ആണുങ്ങൾ ഇല്ലാതെയാണ് ഇവിടെ നാടകം കളിച്ചിരുന്നത്. ഓ, അതുകൊണ്ടാണല്ലോ കൊട്ടക്കണക്കിന് ചാമ്പ്യൻഷിപ്പ് ആയിട്ട് ഇങ്ങോട്ട് വന്നത്. കൊട്ടയിൽ വേണ്ട, ചിരട്ടയിലെങ്കിലും കൊണ്ടുപോവാ ഒരു ചാമ്പ്യൻഷിപ്പ്. എന്നിട്ട് പറ. പറ, എന്താ സംഭവം? രണ്ടിനും തുടങ്ങിയോ പിന്നെയും? ഏയ്, അതൊന്നും അല്ലെന്നേ. ഇവള് ശരിയാവില്ല. ഈ നായകനും നായികയായിട്ടൊക്കെ അഭിനയിക്കുമ്പോ ഒരു കെമിസ്ട്രി ഉണ്ട്, അത് വർക്കൗട്ട് ആണ്. നന്ദു, നീങ്ങ വന്നേ. അയ്യോ, കൈ പിടിക്കുന്നു. ഓ, ഒരു കെമിസ്ട്രിയും ഫിസിക്സും റിച്ചാർഡ് ഗിയർ അല്ലേ? ഗിയറല്ലടി, ഞാൻ ബ്രേക്ക്. അതെ, മതി, നിർത്ത്. കൊച്ചു കുട്ടികളെ പോലെ വാ, നമുക്ക് നോക്കാം. വല്ലാത്ത സൂക്കേടാ രണ്ടിനും. ഉടക്കി ഒടുവിൽ സിനിമയെ കാണുന്ന പോലെ പ്രേമായിന്നാ ഞങ്ങള് കരുതിയെ. അപ്പൊ ദേ വീണ്ടും. എനിക്ക് അവനോട് ഭയങ്കര ഫ്രെയിമാടി. നീ ഒന്ന് പറഞ്ഞ് ശരിയാക്കി തരണേ. അതെ, ചേച്ചിയുടെ അസുഖം അത് തന്നെയാ. എന്റെ ജീവശ്വാസം ഒഴുകിപ്പോയ ഈ വേണുവിൽ ഇനി ഒരു ഗാനവും അവശേഷിക്കുന്നില്ല. ചന്ദ്രികേ, കമോൺ. അല്ല, വരൂ. ശുഭകാമനകളുടെ ഈ. ആഹാ, എന്താ അഭിനയം! ഇവള് ബാഹുലേന്റെ മോള് തന്നെ. നല്ല ചളിപ്പുണ്ടോ നോക്കിയേ. ആ കൈയോടെ വെച്ചേ. ശുഭകാമനകളുടെ ഈ രാത്രിയിൽ നീ. ചന്ദ്രികേ, അയ്യോ, ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇതൊന്നും സീനിലില്ലാത്താണല്ലോ ഈശ്വര. ആ നന്ദു, ആ ഡയലോഗ് ഒന്ന് ശരിക്കും പഠിക്കും. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. പിന്നെ പിടിച്ചിരിക്കാനാണെങ്കിൽ വേറെ ആളെ നോക്കണം. ഇവള് വേണ്ട. ഓ ഗുഡ് ഗുഡ്. നന്ദു ഇങ്ങ് വരൂ. സൂസമ്മോ, നന്ദു കൊള്ളാം. ഈ പ്രണയമൊക്കെ പറയുമ്പോ ഒരു ഫീൽ ഉണ്ട്. ഒരു പെണ്ണാണ് പറയുന്നതെന്ന് തോന്നും. അതാണ് നായിക. തല കുനിച്ചു നിന്ന് കാലോണ്ട് നിലത്തെ ആഫ്രിക്കയുടെ ഒരു മാപ്പും വരച്ച് കുറച്ച് പൈങ്കിളി വർത്താനവും പറഞ്ഞാലേ നായികയാവുന്നുണ്ടോ? കഷ്ടം, നായകൻ ഇപ്പോഴും 4-ാം നൂറ്റാണ്ടിന് ബസ് കിട്ടിയിട്ടില്ല.
ഏത് നൂറ്റാണ്ടിലായാലും പ്രേമം എന്ന് പറഞ്ഞ ഇത്തിരി പൈങ്കിളിയാ അല്ലേ ശ്യാമേ? പിന്നല്ലാതെ. റിഹേഴ്സൽ എവിടം വരെയായി? ആ നന്ദു അല്ല നന്ദന ഡയലോഗ് പഠിക്കാ. ആഹാ, നന്ദനയുണ്ടോ നാടകത്തില്? ഇപ്പൊ നായകൻ നന്ദനയാ മാം. അപ്പോ ആനിന് എന്ത് പറ്റി? അത് ഞങ്ങൾ ഒരുപാട് നിർബന്ധിച്ചു, പക്ഷെ ആൻ സമ്മതിക്കുന്നില്ല. ശ്യാമിന്റെ അഭിനയം പോരാ മാം. ഈ ഉള്ളിലുള്ള ഫീലിങ്സ് പുറത്തേക്ക് വരുന്നില്ല. അതിനല്ലേ റിഹേഴ്സൽ. ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ടാ മാം, രണ്ടുപേരുടെ ഉടക്ക് തീരുന്നത് വരെ. വീണ്ടും തുടങ്ങിയോ? ദേ വഴക്കൊക്കെ പെട്ടെന്ന് തീർത്ത് റിഹേഴ്സൽ തുടങ്ങും. ഓക്കെ മാം. ക്ലൈമാക്സിൽ നമുക്ക് അങ്ങനെ ഒരു ഡയലോഗ് ഇട്ടാലോ? നന്നായിരിക്കും. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ. പക്ഷേ ഇതില് വേണ്ട. ഇവന്റെ ഐഡിയ. മോനെ ശ്യാം, ഇതാരടാ? നിന്റെ ഭാവി അമ്മായിയപ്പ. അങ്കിൾ എന്താ ഇവിടെ? മോനെ ഒന്ന് കാണാൻ വന്നതാ. 5 മിനിറ്റ് ഒന്ന് ഇരിക്കെ. എന്നാ നീ പോയിക്കോ, ഞങ്ങൾ വന്നോളാം. ശരി. അല്ല ഇയാള് വേണ്ട അങ്കിൾ, ഞാൻ ഇവിടെ നിന്നോളാം. എന്താ അങ്കിൾ? ഇതൊന്ന് നോക്കിയേ. അങ്കിൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നു. അങ്കിൾ ഇത് ഞങ്ങളുടെ ഡ്രാമ റിഹേഴ്സൽ. ഒരു വിശദീകരണവും അങ്കിള് ചോദിക്കുന്നില്ല. മോൻ മിടുക്കനാ, മിടുക്കൻ. എന്റെ മോളും അതെ, എന്റെ മൂത്ത മക്കളെ പോലെ തന്നെ. അങ്കിൾ ഇത് ആരോ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. മോൻ ഏതാ? ഞാൻ ശ്യാമിന്റെ ഫ്രണ്ടാ. ഫ്രണ്ട് മോൻ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരി, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. മക്കൾ എന്താ തീരുമാനിച്ചിരിക്കണേ? ഒളിച്ചോടി രജിസ്റ്റർ ചെയ്യാനോ അതോ മാന്യമായിട്ട് മാലയിടാനോ? ഇതിലേതാണ് അങ്കിളിന് സൗകര്യം? ഇതിലേതാണെങ്കിലും ഈ അങ്കിളിന് സൗകര്യമില്ല. പറഞ്ഞു മനസ്സിലാക്കിയിട്ടോ ഭീഷണിപ്പെടുത്തിയിട്ടോ മോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പൊ എന്താ ചെയ്യുക? ഒരു തീരുമാനം വേണ്ടേ? ദേ അവരെ കണ്ടോ? അപ്പൊ എങ്ങനെയാ, പുറത്തോട്ടിറങ്ങുകയല്ലേ? പിന്നെ അവരിങ്ങോട്ട് കയറിയാൽ നമ്മളായിട്ട് എന്തിനാ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഇനി ഇഷ്ടം പോലെ ചെയ്. നീ എന്താ കാട്ടണേ? നീ കണ്ടോ? ഇവിടെ നിന്ന് കണ്ടോ? വണ്ടി എടുക്കൂ സുരേന്ദ്ര, സാക്ഷിയാകാൻ പറ്റില്ല. ഹേയ്, ചേട്ടന്മാർ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. എന്താ എന്താ പറ്റിയത്? നിന്റെ ഫോട്ടോഗ്രാഫി സ്കിൽസിന് എനിക്ക് കിട്ടിയ സമ്മാനമാ ഇവളുടെ അച്ഛന്റെ കയ്യിൽ നിന്ന്. ഇത്രയ്ക്ക് ദുഷിപ്പാണോടി നിന്റെ മനസ്സിൽ? എന്റെ കാര്യം പോട്ടെ, നീ ഇവളെ പറ്റി ഓർത്തോ? എന്തിനായിരുന്നു ഇതൊക്കെ? എന്നോട് ജയിക്കാനോ? അതിന് ഇത്രയ്ക്ക് ചീപ്പാവെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്നോട് ഉടക്കിയതും പിണങ്ങിയതും ഒക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടേ ഉള്ളൂ. അതെനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. നിന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ അടി വെടക്കെ നിന്നെ കെട്ടാൻ വന്നവരോട് ഞാനന്ന് അങ്ങനെ പോയി പറഞ്ഞത്.
ഹോ, ആദ്യമായിട്ട് പ്രേമം തോന്നിയ ഒരു സാധനം. അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. മതി, നിർത്തി. ഇതോടെ തീർന്നു സകലതും. ഞാനല്ലേ ഇത് ചെയ്തത്? ഞാൻ? അതെ, ഞാൻ തന്നെയാ. ഇത് ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം ചെയ്തതല്ല. നിനക്ക് രണ്ടെണ്ണം കിട്ടാൻ കൂടി വേണ്ടി ചെയ്തതാ. കിട്ടിയില്ല ആവശ്യത്തിന്. മതിയല്ലോ. എന്നിട്ടും അവളുടെ അഹങ്കാരം തീർന്നില്ല. എടി, നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് ശ്യാമിനോടൊപ്പം സ്റ്റേജിൽ കയറിയത്. എന്നിട്ട് നീ ഇത്ര എന്റെ മുമ്പിൽ കാണരുത് നിന്നെ. കൊല്ലം കുറയായി കൂടെ നടക്കുന്നു. ഇങ്ങനൊരു വൃത്തികേട് ഞാൻ ചെയ്യുമെന്ന് നീ വിശ്വസിച്ചു അല്ലേ? വിശ്വസിച്ചോ? അല്ലാതെ തെളിയിക്കാൻ എനിക്ക് മനസ്സില്ല. അറിയോ, എനിക്കിഷ്ടായ മാത്രം പോരാ, നിന്നെ കൊണ്ട് ഇഷ്ടമാണെന്ന് പറയിപ്പിക്കുമെന്ന് മത്തായിച്ചനോട് ബെറ്റും വെച്ച് ഇറങ്ങിയതാ ഞാൻ. ഒരേ വേവ് ലെങ്ത് ആണ്, മണ്ണം കട്ടിയാണെന്നൊക്കെ തോന്നിയത് എന്റെ തെറ്റാ. മതി, ഇതിങ്ങനെ തന്നെ അവസാനിപ്പിച്ചേക്കാം. എന്തായാലും നീ കൈവച്ച ശരിയായില്ല. ആ കൈ വെച്ചു, പറ്റിപ്പോയി. സാരമില്ല, കെട്ട് കഴിഞ്ഞ് കിട്ടേണ്ടതിന്ന് അവൾ ഒരെണ്ണം കുറച്ചോട്ടെ. മത്തായിച്ച, നമ്മുടെ ബെറ്റ് പൊളിഞ്ഞു. തോറ്റത് മത്തായിച്ചനാ. ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ശ്യാം പറഞ്ഞു എന്നെ ഇഷ്ടാണെന്ന്. അതെ, സത്യം. പക്ഷെ മത്തായിച്ചൻ പറഞ്ഞതാ ശരി. ഈ പാസിംഗ് ഫാൻസി പോട്ടെ മത്തായിച്ച, നമ്മളത് വേണ്ടെന്ന് വെക്കുന്നു. അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ട് കവികുലോത്തമനായ പവനസുതൻ മാം, ശ്യാമിനെ കണ്ടോ? ഞാൻ കണ്ടില്ല. അവനെ കൈ കിട്ടിയ തുന്നിക്കെട്ടാൻ പോലും ബാക്കി വെക്കണ്ട. വായുമാർഗെ അങ്ങനെ കൊറം കണ്ടെന്ന് പറഞ്ഞ് സീതാദേവി അന്വേഷിച്ചുകൊണ്ട് ലങ്കാപുരിയിൽ പ്രവേശിച്ച സമയത്തിങ്കൽ സ്ത്രീജനങ്ങൾക്കിടയിൽ ആ വിദ്വാൻ എന്താ കാര്യം? ഒത്തു വന്നാലൊരു സ്പർശന സുഖം അല്ലേ വാഷളാൻ? അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞതെന്ന് വെച്ചാ അങ്ങനെ ഹനുമാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിട്ട് മതി. ആ കഥകളിക്കാരനും കൊടുത്തേക്ക് രണ്ടെണ്ണം. റിയാസേ, ശ്യാം എവിടെ? ഫോണിൽ വിളിച്ചിട്ട് കിട്ടണില്ല. വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിലേ വിവരം പറഞ്ഞൊരു എഴുത്തിട്. തമാശ കളാ. അവൻ ഹോട്ടലിലേക്ക് പോയി. ആ 104 കാണും. പ്ലീസ് ഒന്ന് എന്റെ കൂടെ വരുവോ? സോറി, ഇതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എനിക്കാണ്. ഇത് കഴിയാതെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ പോലും പറ്റത്തില്ല. എന്താടി, എന്താ പ്രശ്നം? ഇവളോട് ചോദിക്ക. മതിയായില്ലല്ലേ നിനക്ക്? എന്താ നന്ദു? അച്ഛൻ എവിടെ? വന്നിട്ടുണ്ട്, കുറച്ച് ആളുകളായിട്ട്. അവിടെ ശ്യാമിനെ കണ്ട. എന്താ കാര്യം? പിന്നെയും കുറെ ഫോട്ടോസ് കിട്ടിയെന്ന് അമ്മ വിളിച്ചിരുന്നു. നിന്റെ തന്തയ്ക്ക് എന്താ വട്ടുണ്ടോ? നീ മാറിക്കേ. അയ്യോ വേണ്ട, ഇവിടെ ഇരുന്നാ മതി. മുമ്പിൽ ചെന്ന് പെട്ട എനിക്കറിയാം, അതുകൊണ്ടാ. ഒരു തവണ അവനെ ഞാനൊന്ന് ഒഴിഞ്ഞു വിട്ടതാ, ഒരു സേമ്പിള്. അപ്പൊ അവൻ ഒരേ വാശി, ടീച്ചറമ്മയെ ഒന്ന് കരയിപ്പിക്കണമെന്ന്. ആയിക്കോട്ടെ, പിന്നെ പിള്ളേരെ തല്ലി വളർത്തണം.
ഇല്ലെങ്കിൽ നാട്ടുകാർ തല്ലി തളർത്തും. എന്റെ പൊന്നങ്ങളെ നിങ്ങൾ കരുതുന്ന പോലെ ശ്യാമും നന്ദനും തമ്മിൽ ഒന്നുമില്ല. അവര് നല്ല ഫ്രണ്ട്സാ. മോറ നിനക്കാണ് അറിയാവുന്നത്. ഇല്ല, നിനക്കറിയാം. പറയടാ, എവരാ അവര്? എനിക്കറിയില്ല. മിസ്റ്റർ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? അയ്യോ മാഡം, ഞാൻ ഒന്നും കാണിച്ചില്ലല്ലോ. കാണിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. എനിക്കറിയില്ല. നന്ദന ഹോട്ടലിലേക്ക് പോയി, ശ്യാമിന്റെ അടുത്തേക്ക്. അത് ശരി. അപ്പൊ കാരണവന്മാരറിയാതെ പിള്ളേര് പൊറുതി തുടങ്ങി. വാടാ നന്ദു, ഈ സ്ഥലം നിന്റെ അച്ഛൻ അറിയാം. അവിടെ കണ്ടില്ലെങ്കിൽ നേരെ ഇങ്ങോട്ടേ വരൂ. ശ്യാം പ്ലീസ്. ദേ എത്തി. ലോക്കലസിയ അതാരാ? എന്റെ ഫ്രണ്ടാ. മാഡം ഇതാരാ? ഫ്രണ്ടാ. ഒരു ഇൻഫർമേഷൻ കിട്ടി, ഈ റൂമിൽ അനാശാസ്യം നടക്കുന്നു. അകത്തേക്ക് വരാലോ അല്ലേ? ഈ ആർഭാടക്കെട്ട് സ്റ്റേഷനിലിരിക്കുമ്പോ ഇങ്ങനെ ഒരു വിവരം കിട്ടിയ വന്ന് നോക്കാതെ വയ്യല്ലോ. ആട്ടെ, ഫ്രണ്ട്സ് എവിടുന്നാ? ഞങ്ങള് സെന്റ് മേരീസ് കോളേജിലെ സ്റ്റുഡൻസ് ആണ്. ഞങ്ങളോ? ഓ, അപ്പൊ മോനാണ് ആ വീരപുരുഷൻ. 1-2 ആഴ്ചയിൽ ഇവിടെ റൂം എടുത്തിട്ട് അത് 3 എണ്ണം. കൊള്ളാം, ഒരു സ്ഥിരം സെറ്റപ്പ് നല്ലതാ. ജോസഫേ, ഇവിടൊക്കെ ഒന്ന് അരിച്ചു പെറുക്ക്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഒരു വീഡിയോ ക്യാമറ, ഒരു കാസറ്റ്, പുതിയ ടെസ്റ്റ് അറിയാലോ. വൃത്തികേട് പറഞ്ഞോണ്ടല്ലോ. കാക്കിക്ക് മുമ്പിൽ അവന്റെ കൊണച്ച കോലുകളി. കൊച്ചിനടുത്ത് ജീപ്പിലിടെ. സർ, എന്നെ എവിടെ കൊണ്ടുപോയിക്കോളൂ. ഈ കുട്ടി വെറുതെ ഇവിടെ മാറി നിൽക്കണം. പോലീസാരും വരെ കൈവക്കട പോനെ. കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട ചെറുക്ക. ഈ പ്രായം കഴിഞ്ഞന്നെ ഞാനും വന്നത്. എനിക്കറിയാം. തനിക്കൊരു കോപ്പും അറിയില്ല. പ്രായം തെറ്റുമ്പോ സകലവന്മാർക്കും ഉള്ളതാ പുതിയ പിള്ളേരോട് ഇങ്ങനൊരു ചൊറിച്ചില്. വാതിലടച്ച അനാശാസ്യം, ഒന്ന് തൊട്ടുമുട്ടി നടന്ന അമേരിക്കൻ കൾച്ചർ, ഇന്റർനെറ്റിന്റെ കുഴപ്പം, സകല നാറുകളും കൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുക ഒരു മൊറാലിറ്റി കോഡ്. എടോ, നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ദുഷിപ്പു ഇക്കിളി ഭാവനയെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കരുത്. ഓ മതി മോനെ ഗിരിപ്രഭാഷണം. നീ മൈക്കോഫിടാ. മതിയായില്ലെങ്കിൽ ഇനിയും തല്ലടോ, ഞാൻ കൊണ്ടോളാം. ഏതായാലും ബുദ്ധിമുട്ടി ഇതുവരെ എത്തിച്ചല്ലേ. പിന്നെ ഞാൻ എന്താടാ വേണ്ടത്? മുറിയിൽ വന്ന് നിനക്കൊക്കെ ഗാർഡ് ഓഫ് ഓണർ നടത്തണോ? അതോ പോപ്കോണും പിസയും സെർവ് ചെയ്യണോ? അതൊന്നല്ലടാ മോനെ, നീ ഇപ്പൊ കണ്ടതാ നിയമം. ഓ, സാറപ്പോ നിയമത്തിന്റെ വഴിയിലാണോ? അങ്ങനെയാണെങ്കിൽ ഒരു ആണും ആണും അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണും ഒരുമിച്ചൊരു ഹോട്ടൽ മുറിയിലിരുന്ന സാറ് പ്രകൃതി വിരുദ്ധത്തിന് കേസെടുക്കും. മോനെ ആന്റണി. സർ, സർ, പ്രോഗ്രാമിനുള്ള സാധനങ്ങൾ വെക്കാനും മറ്റ് ആർട്ടിസ്റ്റുകളെ താമസിപ്പിക്കാനും വേണ്ടി എടുത്താണ് റൂമുകൾ. ഞങ്ങൾ പ്രോഗ്രാമിനുള്ള കോസ്റ്റ്യൂംസ് എടുക്കാൻ വന്നതാണ് അവിടെ. ഞാൻ ആ കോളേജിലെ ചെയർമാനാണ് സർ. എന്റെ അമ്മ അവിടുത്തെ ടീച്ചറും. ഞാൻ എവിടുന്നായിരുന്നു ഇൻഫർമേഷൻ? സർ, ഒരു ടെലിഫോണിക് ഇൻഫർമേഷൻ ആയിരുന്നു. പേര് പറഞ്ഞില്ല, ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. കേട്ട പാടെ താൻ കയറി തീരുമാനിച്ചു അനാശാസ്യമാണെന്ന്. ഈ വക ഇൻഫർമേഷൻ കിട്ടുമ്പോ മാത്രമേ ഉള്ളല്ലോ ഈ സഡൻ ആക്ഷൻ. ഈ സൂക്കേട് വേറെയാ. എടോ, പുറത്ത് ചില മഞ്ഞപ്പത്രക്കാര് വന്ന് നിപ്പുണ്ടല്ലോ, താൻ വിളിച്ചതാ? ഏയ് നോ സർ. നിങ്ങൾ പൊയ്ക്കോ. അല്ല സർ, പേരും അഡ്രസ് എഴുതിയെടുത്തിട്ട്. എന്തിനാ? വീട്ടിലാർക്കെങ്കിലും കല്യാണം ആലോചിക്കാനാ? താങ്ക് യു സർ. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കൈ കിട്ടും. മുള്ളിക്കില്ല ഞാൻ 3 ദിവസം.
നീയും തന്നല്ലോടി അച്ഛന് സമ്മാനം. അച്ഛാ ആറടി ഈ വിവരമില്ലാത്തവനെ തോപ്പിച്ചപ്പോ എല്ലാവർക്കും സമാധാനമായല്ലോ. എടുത്തോ, നിങ്ങൾ കൊണ്ടുവയ്ക്കോ. തീയതി മുഹൂർത്തം ഒക്കെ ഇനി നിങ്ങൾ തീരുമാനിക്കേ. ഞാൻ ഒന്ന് നടത്തിത്തരാം. ഒരച്ഛനായി പോയില്ലേ, ഒന്നിനെയെങ്കിലും കൈപിടിച്ചു കൊടുക്കാനുള്ള കൊതി കൊണ്ട. എനിക്ക് പറയാൻ ഒരു ന്യായീകരണവും ഇല്ല ഫാദർ. തെറ്റുകാരി ഞാനാണല്ലോ. എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുത്തോളൂ. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, വാർത്തയെന്ന് പറഞ്ഞാൽ സത്യമെന്നല്ല അർത്ഥം. ഹലോ. ഒരു വിഷമവും ഇല്ല അഞ്ജലി, സന്തോഷമുള്ളൂ. സ്വന്തം മോനെ വളർത്താൻ അറിയാത്ത ഞാൻ ഇനി പിള്ളേരെ എന്ത് പഠിപ്പിക്കാനാ? ഒരു പ്രായശ്ചിത്താവട്ടെ ഈ റെസിഗ്നേഷൻ. ഫോട്ടോ ഉണ്ടടി, ഫോട്ടോ ഉണ്ടടി മക്കളെ, ഒന്ന് നോക്കട്ടെടി. എന്റെ മക്കളെ ഒന്നുമില്ലെങ്കിൽ 2 നേരം വെച്ച് വിളമ്പി തരുന്നതല്ലേ. അയ്യേ, ഇത് മുഴുവൻ തുണി കൊടുത്ത ഫോട്ടോകളാണല്ലോ മക്കളെ. കാണടി കാണ്. നിന്റെയൊക്കെ ഫോട്ടോ ഇതുപോലെ അച്ചടിച്ച് വരണെങ്കിലേ ആരെങ്കിലും ഒക്കെ തല്ലി കൊല്ലണം. 3 ആള് ഒരുപോലെ കഴിഞ്ഞിരുന്നതാ. അനുഭവയോഗം ആ കൊച്ചിനേ ഉള്ളൂ. അല്ല, പിടിച്ചതോണ്ട് ഇതറിഞ്ഞേ. പറിച്ചെടുക്കും ഞാൻ നിന്റെ പിഴച്ച നാക്ക്. പരട്ട മുതുക്കി. എന്താടി കണ്ടു മതിയായില്ലേ? ആഘോഷിക്കുന്നയൊക്കെ മതി. വാ ചുമ്മാ കണാകുണാ പറഞ്ഞ് നേരം കളയാതെ ഒരു തീരുമാനം പറ ടീച്ചറെ. ഇന്നെങ്കിൽ ഇന്ന് റെയ്ഷാറെ വേണമെങ്കിൽ ഇവിടെ വരുത്താം. നിങ്ങൾ എന്ത് അസംബന്ധമായി പറയുന്നേ? ഇവിടുത്തെ സ്റ്റുഡൻസ് എന്ന നിലയ്ക്ക് എനിക്ക് ചെയ്യാവുന്നത് മിസ്കണ്ടക്ടിന് നടപടിയെടുക്കാം. സസ്പെൻഷനോ ഡിസ്മിസലോ, അല്ലാതെ വിവാഹം നടത്തലല്ല. വേണേൽ അങ്ങനെയും ചരിത്രം സൃഷ്ടിക്കാലോ. ബഹുലയ, പിള്ളേര് തമ്മിൽ പ്രേമമാണെന്ന് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ച് വാളും വട്ടകയും എടുത്ത് തല്ലാനും കൊല്ലാനും ഇറങ്ങിയില്ലേ? അതിനു മുമ്പ് സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കണമായിരുന്നു. ഈ നിമിഷം വരെ ശ്യാമിനും നന്ദനയ്ക്കും എന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ? ഒരു പെൺകുട്ടിയാണ് പോലീസിൽ ഇൻഫോം ചെയ്തതെന്നറിഞ്ഞു. അതാരാണ്? ഇവന്റെ അമ്മയാ ഞാൻ. ഒരു കാര്യം ഉറപ്പ്, എന്റെ മകൻ കാരണം ഈ പെൺകുട്ടിയുടെ ജീവിതം തകരില്ല. മാരേജ് എങ്കിൽ മാരേജ്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ. മുഹൂർത്തവും തീയതിയൊക്കെ തീരുമാനിക്കുന്നതിന് മുൻപ് എല്ലാവരും ഇതൊന്ന് കണ്ടോളൂ. പ്രീതിയുടെ ലാപ്ടോപ്പാ. റിഹേഴ്സലിനിടയ്ക്ക് ഫോട്ടോ എടുത്ത് അങ്കിളിന് അയച്ചതും പോലീസിനെ ഇൻഫോം ചെയ്തും എല്ലാം അവളാ. രക്ഷകർത്താക്കൾക്ക് ഇനി എന്താ പറയാനുള്ളത്? ഇവിടെ ഒരു ആൺകുട്ടി വന്നതല്ല പ്രശ്നമെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ആണായാലും പെണ്ണായാലും സ്വന്തം മക്കളിൽ വിശ്വാസം വേണം. അപ്പൊ തെറ്റിദ്ധാരണയും തീർത്ത് എല്ലാരും കൈയടിച്ചു പിരിയാൻ പോവുക. എന്റെ മോളെ ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? വല്ല പൊട്ടക്കിണറ്റിലും തള്ളിയിട്ട് കൊല്ലണോ? ചത്തുപോയ എന്റെ അമ്മച്ചാണ് സത്യം. കൈയൊഴിയാൻ നോക്കിയാൽ നിന്റെ കൈയൊടിച്ചിട്ടാണെങ്കിലും എന്റെ മോളെ ഞാൻ കെട്ടിക്കും, നിന്നെ കൊണ്ട്. അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിലേ. കാരണം അതിനാദ്യം ഇവന്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യണം. അതായത് അങ്കിളുടെ മകളെ. അങ്ങനെ ഇവൻ അങ്കിളുടെ മോളെ ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ അതിനാദ്യം ഇവന്റെ കൈയും കാലം തല്ലിയൊടിച്ച് ഇവനെ കൊണ്ട് ഒപ്പിടിക്കണം. ഇനി അതാണ് തീരുമാനമെങ്കിലോ ഞങ്ങൾക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ. രഞ്ജു,
ഇവളുടെ അച്ഛനാണ് നിന്റെ അമ്മായച്ചനാണെന്നൊന്നും ഞാൻ നോക്കില്ല. അത് രജിസ്ട്രാർ റൂമിൽ ഒപ്പിട്ടെന്നേ ഉള്ളൂ. അപ്പോഴവള് പറഞ്ഞത് കൂടെ വരണമെങ്കിൽ അച്ഛൻ കൈപിടിച്ച് തരണമെന്ന്. ഒന്നച്ഛൻ്റെ കാലിൽ വീഴ. നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? കാല വീഴടാ. താങ്ക്സ്. എടാ മക്കളെ, നിനക്ക് വല്ല വേലയും പണിയൊക്കെ ഉണ്ടോ? പിന്നെ ഇവൻ നല്ല ഒന്നാം തരം ഡിസൈനർ അല്ലേ? അങ്കിള് കേട്ടിട്ടില്ലേ ഡിവാൽഡി? പിന്നെ ഡിവാൽഡി. അപ്പൊ നീ ആയിരുന്നു ഇതിന്റെ മൂന്നാൻ. താങ്ക്സ്. ശരിക്ക് വോൾട്ടേജ് പോരല്ലോ. റേഡി പിടിച്ച അനാശാസ്യക്കാരന്റെ ചിരിക്ക് ഇത്ര വോൾട്ടേജ് അല്ലേ ഉണ്ടാവും? ഓ, എല്ലാവരും തെറ്റിദ്ധരിച്ചതിന്റെ വിഷമം അല്ലേ? ആ, അതുപോട്ടെ. എന്താ നമ്മുടെ അടുത്ത പരിപാടി? അടുത്ത പരിപാടി നാടകം. അത് കഴിഞ്ഞ സമ്മാനദാനം. അല്ല, അതിനു മുമ്പ് നമ്മൾ തമ്മിലുള്ള നാടകം അവസാനിപ്പിക്കണ്ടേ? അതൊരു പൊളിഞ്ഞ നാടകമല്ലേ? പകുതിക്ക് വെച്ച് കേട്ടിനിടുകയും ചെയ്തു. ഇനി അതൊക്കെ ഒരു ഏറ്റുപറച്ചിലും പൊരുത്തപ്പെടലും ഒന്നും ഇനി വേണ്ട. അതിന്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. ഇതുവരെ വിശ്വസിച്ചില്ലേ ഞാനാ ഇതെല്ലാം ചെയ്തതെന്ന്? മതി. എന്നെ മനസ്സിലാക്കാൻ പറ്റില്ലെന്ന് ശ്യാം തെളിയിച്ചു. ഒന്നുകൂടി പരീക്ഷിച്ചു തോൽക്കാൻ എനിക്ക് വയ്യ. വീണ്ടും വിചാരങ്ങളുടെ ഈ രാത്രി രമണനും ചന്ദ്രികയും പിരിയുകയായി. ആ, രമണൻ വരട്ടെ. ശ്യാമിനെ വിളിക്ക്. രമണൻ എവിടെ? ഏത് രമണൻ? ശ്യാം എവിടെയെന്ന്? ആ, ശ്യാം. എനിക്കറിയില്ല എവിടെയാണ്. പോയി നോക്കൂ. ഈശ്വര, ശ്യാം ഇതെവിടെ പോയി? ഇപ്പൊ വരും. എപ്പോ വരും എനിക്കറിയില്ല. ഇപ്പൊ വരും. അനശ്വര പ്രണയത്തിന്റെ ആനന്ദ തുന്തിലമായ നാളുകൾ അയവിറക്കി രമണനെ കണ്ട് വിട പറയാൻ ചന്ദ്രിക കാത്തു നിൽക്കുകയാണ്. രമണൻ എങ്ങും പോയിട്ടില്ല. ഈ പരിസരത്ത് തന്നെയുണ്ട്. കാരണം കുറച്ചും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. പോയി നോക്കണം. ആ ഹൃദയം നുറുങ്ങുന്ന വേദന അങ്ങ് അകലെ നിന്ന് അവന് വ്യക്തമായി കേൾക്കാം. രമണ രമണ നീ എങ്ങ് പോയി സമയമിങ്ങ. ആ, മോഹിനിയാട്ടി ഞങ്ങളുടെ രമണനെ കണ്ടോ? ഒന്ന് പോടോ. അയ്യോ, ദേ നമ്മുടെ രമണൻ വെള്ളം ഒടിച്ചിട്ട് മരണായിട്ടിരിക്കണ്. രമണോ, രമണ. എങ്കിലും ചന്ദ്രിക നിന്നെ അവിടെ കാത്തിരിക്കുന്നുണ്ടോ രമണ? ഹലോ മിസ്റ്റർ രമണൻ. ഞാനല്ലേ രമണൻ, നീയല്ലേ രമണൻ? എഴുന്നേക്കടാ. ആ ഫ്ലൂട്ട് എടുത്തോ. ഇതിലൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ് ഫുൾ എടുക്കണത്? ഫുള്ളല്ല, ഫ്ലൂട്ട്. ഓ, പുല്ലാങ്കുഴൽ. വന്ന് സ്റ്റേജിൽ കയറടാ, അവിടെ നാടകം തുടങ്ങി. ഓ, തുടങ്ങിയ ഇപ്പൊ ശരിയാക്കി തരാം. അവിടെയല്ലേ സ്റ്റേജ്, ഇവിടെയല്ലേ സ്റ്റേജ്. ആ, മാർഗം കൽക്കരി ഇതിലെ സ്റ്റേജിലേക്ക് പോകാൻ വല്ല മാർഗമുണ്ടോ? അവന്റെ ചന്ദ്രികയെ ഒരുപാട് നേരം കാത്തിരിപ്പിന്റെ വിരക ദുഃഖം അനുഭവിക്കാൻ അവൻ അനുവദിക്കുകയില്ല. ഹലോ, ഒന്ന് മാറുക ചേട്ടാ, ദാ വരുന്നു. പ്ലീസ് വെയിറ്റ് മിസ്റ്റർ ചന്ദ്രിക. എത്തിപ്പോയി, രമണൻ എത്തിപ്പോയി. തന്റെ പ്രാണപ്രിയയെ നഷ്ടപ്പെടുമെന്ന് ഏതോ സിക്സ്ത് സെൻസ് കൊണ്ട് മനസ്സിലാക്കി അവൻ വരികയാണ്. ആ ഹൃദയവേദന കൊണ്ടാവും ആ കാലുകൾ ഇടറുന്നത്.
ഡയലോഗ് പറ. ആ തകർന്ന മുരളിക്ക് തരൂ. ആ തകർന്ന മുരളി ഇങ്ങ് തരൂ. ഇല്ലെങ്കിൽ അയ്യോ, അത് സ്ക്രിപ്റ്റിലില്ല. ഞാൻ സൂക്ഷിച്ചു കൊള്ളാം. നീ സൂക്ഷിക്കണം. അല്ലെങ്കിലും പ്രേമം പൊളിച്ച് ഗുഡ് ബൈ പറയാൻ നേരത്ത് നിന്നെ പോലെയുള്ള സകല അവളുമാരും സൂക്ഷിച്ചോളണം. അയ്യോ, എല്ലാം കൊളായി. കണ്ടിന്യൂ. എന്റെ സൗഹൃദത്തെ നീ പ്രണയമായി കണ്ടു. അത് നിന്റെ തെറ്റ് അല്ല, അത് നിന്റെ തെറ്റ്. നിന്റെ പ്രണയം നീ സൗഹൃദമായി നടിച്ചു. അതിന് നിനക്കുള്ള ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആത്മബലി കൊണ്ട് നീ എന്നെ ശിക്ഷിക്കരുത്. ആത്മബലി കൊണ്ടല്ലടാ, ചാട്ടവാറ് കൊണ്ട് വേണോ ഇവളെയൊക്കെ ശിക്ഷിക്കാൻ. എടി ചങ്ങനാശ്ശേരിക്കാരൻ മത്തായിച്ചന്റെ മോള് ചന്ദ്രിക, നീ എന്നതാടി വിചാരിച്ചേ? നീ അങ്ങ് ഗുഡ് ബൈ പറഞ്ഞു പോയാ ഈ രമണൻ കെട്ടിത്തൂങ്ങി കിടന്ന് ആടുവന്നോ? അത് പണ്ട്. സൈലന്റ് ആയിട്ട് കൈയടിക്കൂ പ്ലീസ്. ഇപ്പൊ എന്റെ കഴുത്തിലൊരു കുരുക്ക് വീഴുന്നെങ്കിൽ അതിന്റെ മറ്റേ അറ്റത്ത് നീയും ഉണ്ടാവും മോളെ. ചാവാനാണെങ്കി ഒരുമിച്ച്, ജീവിക്കാനാണെങ്കിലും എവിടെ? ജീവിക്കാനാണെങ്കിലും ആ പറയടി ചന്ദ്രിക, നിനക്ക് ജീവിക്കണോ അതോ ചാകണോ? പറയാൻ. അയ്യോ, രംഗം വഷളായി. കർട്ടനിടറോ. കർട്ടനിട്ട ചവിട്ടും ഞാൻ. നീങ്ങ വന്നേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അവളൊന്നും ചെയ്യരുത്. ഞാനൊന്നും ചെയ്യില്ല. എല്ലാം തീർന്നു. പക്ഷേ ഇവൾ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് പറയണം എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന്. എന്നെ പിരിഞ്ഞാലും സന്തോഷമായിട്ട് ജീവിക്കുമെന്ന്. കണ്ടോ, അവളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അതിന് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ്, എത്ര വട്ടം വേണമെങ്കിലും. പക്ഷെ അറിയാതെ ചെയ്തു പോയൊരു തെറ്റിന്റെ പേരിൽ പ്രേമിച്ച പെണ്ണിനെ സഹോദരിയായിട്ട് കാണാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എടീ, കാനന ചായയിൽ ആടുമേക്കാൻ ഞാൻ നിന്നെയും കൊണ്ടുപോവാണ്. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കൈയടി കിട്ടുന്നത്.